അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഈശോനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. മാതാവേ, ഒത്തിരി ആഗ്രഹിച്ചാണ് രാവിലെ എഴുന്നേറ്റ് വരണം മക്കൾ. അവരുടെ രോഗങ്ങളെ നീ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരെ നീ സാന്ത്വനപ്പെടുത്തണം. പ്രത്യേകിച്ച് ശാരീരികമായ അവശതകളും രോഗങ്ങളും പരുക്കളും പൊറുക്കാത്ത മുറിവുകളും ഉള്ളവർ കർത്താവെ, അവരെ ഈ പ്രഭാതത്തിൽ അങ്ങ് സ്പർശിക്കണേ ഈശോയെ. കർത്താവെ, ചിലരൊക്കെ ഒരു ദിവസമെങ്കിലും ഒന്ന് ശരീരത്തിന് രോഗമില്ലാതിരുന്നെങ്കിലും ആഗ്രഹിക്കുന്ന രോഗികളാണ്. കർത്താവെ, കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു. അവരെ നീ കൈവിട്ട് കളയരുത്.
കർത്താവ് സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്. ഉറക്കം ഇല്ലാത്തവരുണ്ട്. കർത്താവ് ഒരു വീട്ടിൽ തന്നെ താമസിച്ചിട്ട് എല്ലാവരും പരോക്ഷമായിട്ടും പ്രത്യക്ഷമായിട്ടും ഒക്കെ അവഗണിക്കുകയും ഗ്രൂപ്പുകൾ ഉണ്ടാക്കുകയും അതിൻ്റെ ആ ഗ്രൂപ്പിൽ പെടാത്തതിൻ്റെ പേരിൽ ഞെരുക്കപ്പെടുകയും ചെയ്യുന്നവരുണ്ട്. അത്രയും വലിയ തിന്മയുടെ ഭവനത്തിൽ നിന്ന് എവിടെയെങ്കിലും ഓടി ഒളിച്ചാൽ മതിയെന്ന് ഓർത്ത് വിഷമിക്കുന്നവരുണ്ട്. ഈശോയെ, അങ്ങനെ ഒറ്റപ്പെട്ടു പോയവരെ നീ താങ്ങിയെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ജപ്തി നടപടികൾ, സാമ്പത്തിക ബാധ്യതകൾ കർത്താവേ ഇറങ്ങിക്കൊടുക്കണമെന്ന് പറഞ്ഞിരിക്കുന്നവർ, പൈസ അടക്കാൻ പറഞ്ഞിരിക്കുന്ന ഡേറ്റുകൾ, പൈസ കൈ തികയാത്തവർ, പൂർണ്ണമായിട്ടും ഇല്ലാത്തവർ, അവരെയൊക്കെ നീ സന്ധിക്കണം. കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ച 10,000-കണക്കിന് മക്കള് നടത്തിയ രാത്രിയും പകലും മഴയത്തും വെയിലത്തും നടത്തിയ പരിശുദ്ധ പ്രവർത്തനത്തിൽ യോഗ്യതയായി കർത്താവെ, കൃപ കുറഞ്ഞിട്ടുള്ള മക്കള് ഈ പ്രാർത്ഥന കൂടുമ്പോൾ അവരുടെ കഴിവ് കൊണ്ടോ സ്വാധീനം കൊണ്ടോ ഇതിന് തീരുമാനം ഉണ്ടാകത്തില്ല എന്ന് അവർക്കറിയാമായിരുന്നിട്ട് ആരും ഞങ്ങളെ സഹായിക്കും, ആരെങ്കിലും കർത്താവ് നീ എന്നെ അയക്കണമേ, ആരെങ്കിലും ഞങ്ങളുടെ കുടുംബത്തിലേക്ക് അയക്കണമേ, ബന്ധുക്കളോ സ്വന്തപ്പെട്ടവരോ ആരും ഇല്ലല്ലോ, ഇടപ്പോക്കാരും കാണുന്നില്ലല്ലോ, ആരെങ്കിലും അയക്കണമേ കർത്താവേ, മാതാവേ, നിന്റെ ദൂതയായി ആരെങ്കിലും ഈ വിഷയത്തിൽ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് ഇന്ന് 12 മണിക്കുള്ളിൽ ആളെ കിട്ടാൻ പരിശുദ്ധ ദേവമാതാവിൻ്റെ മധ്യസ്ഥയിൽ പ്രാർത്ഥിക്കുന്നു. പരീക്ഷ കുഞ്ഞുങ്ങളെ, പരീക്ഷ എഴുതി കഴിഞ്ഞവർ, നല്ല റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ, കർത്താവ് അവസാനത്തെ പരീക്ഷയ്ക്ക് എഴുതിയിട്ട് ഇനി എഴുതാൻ കാശുമില്ല, എഴുതി പരീക്ഷ എഴുതി നാണം കെട്ടവരുണ്ട്. CA പരീക്ഷ പോലുള്ള പരീക്ഷകൾ 9ഉം 10ഉം ഒക്കെ എഴുതി അവർക്ക് തന്നെ നിക്കക്കളിയില്ലാതിരിക്കുന്നവരുണ്ട്. അവരെ ഈ ഒറ്റ പ്രാർത്ഥന കൊണ്ട്, അവരുടെ കഴിവല്ല, ഉടമ്പടി പ്രവർത്തിക്കേണ്ട മനുഷ്യൻ്റെ കഴിവിലല്ല, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസിലാണ്. ആ ഗ്രേസിൻ്റെ ശക്തി യേശുക്രിസ്തുവിൻ്റെ വിശുദ്ധ രക്തത്തിൽ നിന്നാണ് കൃപയുണ്ടാകണമെങ്കിൽ അത് കർത്താവിൻ്റെ സൗജന്യ ദാനമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കർത്താവിൻ്റെ കൃപയുടെ ശക്തിയാൽ നിൻ്റെ എല്ലാ അപാകതകളും, എല്ലാ പരിചയക്കുറവുകളും, എല്ലാ പരാധീനതകളും പോരായ്മകളും യേശുനാമത്തിൽ പരിഹരിക്കപ്പെടുകയും നീ യേശുനാമത്തിൽ സൗഖ്യപ്പെടുകയും യേശുനാമം സമാധാനപ്പെടുകയും ചെയ്യട്ടെ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവേശ്വര നീക്കാമേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, മേരി നീഡ്സ് നോ നറേറ്റീവ്സ്. ഈ ദിവസങ്ങളിൽ എൻ്റെ മനസ്സിൽ വന്ന ഒരു വലിയ ധ്യാനചിന്തയാണ്. മേരി നീഡ്സ് നോ നറേറ്റീവ്സ്. അതായത് കർത്താവിൻ്റെ ഉയർപ്പിൻ്റെ കാലത്ത് മറ്റ് അപ്പോസ്തലന്മാർ മറ്റേ ശിഷ്യനും അകത്ത് കടന്ന് കണ്ട് വിശ്വസിച്ചു എന്ന് പറയുന്നുണ്ട്. കണ്ട് വിശ്വസിച്ചു. അത് മറ്റേ ശിഷ്യൻ എന്ന് പറഞ്ഞ പത്രോസാ. കർത്താവിൻ്റെ ശവക്കല്ലറയിൽ ആദ്യം വന്നത് മേരി മാഗ്ഡലിനാണ്. അവൾ കണ്ട നെറേറ്റീവ് കല്ല് മാറ്റപ്പെട്ടിരിക്കുന്ന കണ്ടു. അപ്പോഴേ അവർ ഓടി, ശിഷ്യന്മാരെ വിളിച്ചുകൊണ്ട് വന്നു. അവരോടി. യോഹന്നാൻ പത്രോസിനേക്കാൾ വേഗം ഓടി. യോഹന്നാൻ കല്ലറയുടെ വാതിക്കൽ നിന്നും അകത്തേക്ക് നോക്കി കച്ച ചുട്ടു വെച്ചിരിക്കണ കണ്ടു. അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളാണ് അവർ കണ്ടത്. മറ്റേ ശിഷ്യനും പിന്നാലെ വന്ന പത്രോസും അകത്ത് പ്രവേശിച്ചു, കണ്ട് വിശ്വസിച്ചു. എന്തൊക്കെ കണ്ട് വിശ്വസിച്ചത്? കച്ച ശിരസ്, കർത്താവിൻ്റെ തലപ്പാവ് മൂലക്ക് ചുരുട്ടി വെച്ചിരിക്കണ കണ്ടു. കച്ചോടുകൂടി അല്ലാതെ തിരിക്കച്ച മാറിക്കിടക്കുന്നത് കണ്ടു. ഇങ്ങനെ എന്തെല്ലാം കാഴ്ചകളാണ് ഇവർ കാണുന്നത്. യോഹന്നാൻ 20:1 ഞങ്ങൾ ആഴ്ചയുടെ ഒന്നാം ദിവസം അതിരാവിലെ ഇരുട്ടായിരിക്കുമ്പോൾ തന്നെ മഗ്ദലേന മറിയം, മേരി മഗ്ദലിൻ,
ശവകുടീരത്തിന്റെ സമീപത്തേക്ക് വന്നു. ശവകുടീരത്തിന്റെ, അപ്പൊ ശവകുടീരം കാണിക്കാൻ തുടങ്ങി. ശവകുടീരത്തിന്റെ കല്ല് അതിന്റെ കല്ല് മാറ്റപ്പെട്ടിരിക്കുന്നതായി 2 കാഴ്ചകളായി. ഒന്ന് ശവകുടീരത്തിലേക്ക് വന്നു, ഒന്നാമത്തെ കാഴ്ച കല്ല് മാറ്റപ്പെട്ടിരിക്കുന്നു, രണ്ടാമത്തെ കാഴ്ച ആയി അവൾ കണ്ടു. അവൾ ഉടനെ ഓടി ശിമയോൻ പത്രോസിന്റെയും യേശു സ്നേഹിച്ചിരുന്ന മറ്റേ ശിഷ്യന്റെയും അടുത്തെത്തി പറഞ്ഞു, കർത്താവിനെ അവർ കല്ലറയിൽ നിന്ന് മാറ്റിയിരിക്കുന്നു. എന്നാൽ അവനെ അവർ എവിടെ വെച്ചുവെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. പത്രോസ് ഉടനെ മറ്റേ ശിഷ്യനോട് കൂടെ കല്ലറയുടെ അടുത്തേക്ക് പോയി. അവർ ഇരുവരും ഒരുമിച്ചോടി. എന്നാൽ മറ്റേ ശിഷ്യൻ പത്രോസിനേക്കാൾ കൂടുതൽ വേഗം ഓടി. ആദ്യം കല്ലറയുടെ അടുത്തെത്തി. കുനിഞ്ഞു നോക്കിയപ്പോൾ കച്ച കിടക്കുന്നത്. മൂന്നാം കാഴ്ച. രണ്ടാം കാഴ്ച, ആദ്യ കാഴ്ച എന്തായിരുന്നു? കല്ലറ. രണ്ടാം കാഴ്ച എന്താണ്? കല്ല് മാറ്റപ്പെട്ടിരിക്കുന്നത്. മൂന്നാം കാഴ്ച എന്താണ്? കുടിനകത്തേക്ക് നോക്കിയപ്പോൾ എന്താ കണ്ടത്? കച്ച കിടക്കുന്നത് അവൻ കണ്ടു. എങ്കിലും അവൻ അകത്ത് പ്രവേശിച്ചില്ല. അവന്റെ പിന്നാലെ വന്ന ശിമയോൻ പത്രോസ് കല്ലറയിൽ പ്രവേശിച്ചു. കച്ച അവിടെ കിടക്കുന്നതും. നാലാം കാഴ്ച, കച്ച അവിടെ കിടക്കുന്നതും. തലയിൽ കെട്ടിയിരുന്ന തൂവാല. അഞ്ചാം കാഴ്ച, തലയിൽ കെട്ടുന്ന തൂവാല കച്ചയോടുകൂടെ അല്ലാതെ തനിച്ച് ഒരിടത്ത് ചുരുട്ടി വെച്ചിരിക്കുന്നതും അവൻ കണ്ടു. അപ്പോൾ കല്ലറയുടെ സമീപത്ത് ആദ്യം എത്തിയ മറ്റേ ശിഷ്യനും അകത്ത് പ്രവേശിച്ച് കണ്ടു വിശ്വസിച്ചു. ഇവർക്കെല്ലാം കണ്ടാണ് വിശ്വസിക്കണം. 5 കാഴ്ചകളാണ് കാണുന്നത് ഇവരെ. എന്തൊക്കെയാണ് കണ്ടത്? കല്ലറയുടെ കല്ല് മാറ്റിയത്, അകത്ത് കച്ച കിടക്കണത്, പിന്നാലെ വന്ന ശിഷ്യൻ അകത്ത് പ്രവേശിച്ച് കച്ച കിടക്കണത് കണ്ടു, കച്ച ചുരുട്ടി വെച്ചിരിക്കുന്നത് കണ്ടു. അങ്ങനെ 5 കാഴ്ചകളുണ്ട്. അപ്പം കാഴ്ചകളും കാണലുകളുമായിട്ട് ആണ് ഈസ്റ്റർ നറേറ്റീവ്സ് പുരോഗമിക്കുന്നത്. അതിനുശേഷം പക്ഷേ ഈ 5 കാഴ്ചകൾ കഴിയുമ്പോഴാണ് മറ്റേ ശിഷ്യനും അകത്ത് പ്രവേശിച്ച് കണ്ട് വിശ്വസിച്ചു എന്ന് പറയും. ഇനി ഇതിൻ്റെ കൂടെയാണ് നമുക്ക് തോമാസ് സ്ലീഹായോട് ഈശോ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട വെളിപാട് വായിക്കേണ്ടത്. എന്താണ്? ഇതുപോലെ കണ്ട് വിശ്വസിക്കണതല്ല വിശ്വാസം. ഇതുപോലെ കണ്ട് വിശ്വസിക്കുന്നതല്ല വിശ്വാസം, കാണാതെ വിശ്വസിക്കുന്നതാണ് വിശ്വാസം. ഇപ്പം നമ്മുടെ കുറേ കാലത്തേക്ക് നമ്മുടെ ജീവിതത്തിൽ യാതൊരു അടയാളം കാണത്തില്ല, പ്രാർത്ഥനയ്ക്ക് ഒരു ഉത്തരം കിട്ടത്തില്ല. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാതിരിക്കുക തന്നെയല്ല, ദൈവസാന്നിധ്യം അല്പം പോലും അനുഭവിക്കത്തില്ല. എങ്കിലും അപ്പോൾ അവശേഷിക്കുന്നതാണ് ശരിക്കും വിശ്വാസം എന്ന് പറയുന്നത്. ഒരു നറേറ്റീവ്സും ആവശ്യമില്ലാതെ, ഒരു വിഷൻ ആവശ്യമില്ലാതെ, കേവലം ദൈവസ്നേഹത്താൽ പ്രവർത്തന നിരതമായ ഒരു വിശ്വാസമുണ്ട്. ഗലാത്യർ 5:6. എന്നാൽ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് പരിച്ഛേദനമോ അപരിച്ഛേദനമോ കാര്യമല്ല. സ്നേഹത്തിലൂടെ പ്രവർത്തന നിരതമായ വിശ്വാസമാണ് സുപ്രധാനം. അപ്പോൾ ഒരു അടയാളവും ഇല്ല, അനുഭവമില്ല, അതിശയവുമില്ല, ഒന്നുമില്ല. പക്ഷെ ദൈവസ്നേഹമുള്ളവന് എന്താണ്? ആ സ്നേഹം തന്നെ വിശ്വാസത്തെ പ്രവർത്തന നിരതമാക്കിക്കൊള്ളും. ഇതാണ് മരിയൻ ഫെയ്ത്ത് എന്ന് പറയുന്നത്. അതാണ് മേരി നീഡ്സ് നോ നറേറ്റീവ്സ് എന്ന് പറയുന്നത്. ഞങ്ങൾക്ക് ഒരു പുസ്തകമുണ്ട്. എന്താ, നമുക്ക് അടയാളമില്ലാത്ത കാലം അമ്മയോടൊപ്പം. അത് അന്ന് എഴുതിയപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് ഇത് തന്നെയാണ്. അമ്മ ഒരു അടയാളം, മേരി നീഡ്സ് നോ നറേറ്റീവ്സ്. ഈ കർത്താവിൻ്റെ പീഡാനുഭവത്തിനെ കുറിച്ച് പറഞ്ഞതിന് ശേഷം കുരിശിൻ്റെ ചുവട്ടിൽ വെച്ച് മാഞ്ഞു പോകുന്ന മറിയം
പിന്നെ അമ്മയെ കാണുന്നത് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ അപ്പോസ്തലന്മാരുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നതാണ്. അത്രയുള്ള സമയത്ത് നറേറ്റീവ്സ് ഒന്നും ഇല്ലാതെ അമ്മ വിശ്വസിക്കുന്നു. മേരി മാഗ്ഡലിനേക്കുള്ള അപ്പോസ്തലന്മാർക്ക് മുകളിലാണ് അമ്മയുടെ വിശ്വാസം. ഇതാണ് യഥാർത്ഥ വിശ്വാസം. ഒരടയാളം കാണാത്ത കാലം, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാത്ത കാലം, സ്നേഹത്താൽ പ്രവർത്തനക്ഷമമായി വിശ്വസിക്കാൻ നമ്മൾക്ക് കഴിയട്ടെ. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. എൻ്റെ പേര് സ്റ്റെഫി. ഞാൻ എറണാകുളം ജില്ലയിലെ പിറവത്ത് നിന്നാണ് വരുന്നത്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് 13/9/2024 ഞാൻ ആദ്യമായി കൃപാസനത്തെക്കുറിച്ചും മരിയൻ ഉടമ്പടിയെക്കുറിച്ചും അറിയുന്നത് ഞാൻ നഴ്സിംഗ് പഠിച്ചുകൊണ്ടിരുന്ന ടൈമിലാണ്. എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുള്ളവരായിരുന്നു. പക്ഷേ ഞാൻ ആ ടൈമിൽ കൂടുതൽ അതിനെക്കുറിച്ച് അന്വേഷിക്കുകയൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. ബിക്കോസ് എനിക്കൊരു ടെൻഷനായിരുന്നു, ഞാനൊരു ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ, കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ലെന്നുണ്ടെങ്കിൽ പിന്നെ അത് വെറുതെ എടുത്ത് അതൊരു മോശമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് എനിക്കൊരു ഒരു പേടിയായിരുന്നു. അതുകൊണ്ട് ഞാൻ കൂടുതൽ അതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ടില്ലായിരുന്നു. പിന്നെ ഞാനൊരു നേഴ്സാണ്. ഞാൻ എൻ്റെ പഠിത്തം കഴിഞ്ഞിട്ട് ഡയറക്റ്റ് ഞാൻ മുംബൈയിലാണ് വർക്ക് ചെയ്തത്. അവിടെ എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നവരും ഉടമ്പടിയൊക്കെ എടുത്തിട്ടുള്ളവരായിരുന്നു. ഞാൻ അവിടെ ഒരു 1.5 year വർക്ക് ചെയ്തത്. വർക്ക് ചെയ്ത ശേഷം അവിടുന്ന് റിസൈൻ ചെയ്ത് ഞാൻ OET പഠിക്കാൻ വേണ്ടിയിട്ട് നാട്ടിലോട്ടാണ് പോകുന്നത്. അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീ OET അറ്റൻഡ് ചെയ്യാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഉടമ്പടി എടുത്തിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, അപ്പം നിനക്ക് അത് ക്ലിയർ ആവുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ എടുക്കണം എന്നുള്ള ഒരു തീരുമാനത്തിൽ എത്തിയിട്ടില്ലായിരുന്നു. പിന്നെ ഞാൻ OETക്ക് ജോയിൻ ചെയ്തത് എറണാകുളത്തായിരുന്നു. അവിടെ ഒരു ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുമായിരുന്നു. അപ്പം അവിടെ എൻ്റെ കൂടെ പഠിക്കാനുണ്ടായിരുന്ന സ്റ്റുഡൻസും ഇതുപോലെ ഉടമ്പടി എടുത്തിട്ടുള്ളവരുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഇവിടെ ഒരു കുറച്ച് പേര് ഒന്നിച്ച് വന്ന് ഞാൻ 13-ാം തീയതി ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തു. ഞാൻ എടുത്തിട്ട് പോയിട്ടാണെന്നുണ്ടെങ്കിലും അത്ഭുതം എന്ന് പറയാം, ഞാൻ ഓരോ ദിവസം കഴിയും തോറും ഉടമ്പടി എങ്ങനെ കൂടുതൽ എന്നെക്കൊണ്ട് ബ്യൂട്ടിഫുൾ ആക്കാം, അങ്ങനെ ഞാൻ കൂടുതൽ ചിന്തിക്കാൻ തുടങ്ങി. എന്നെക്കൊണ്ട് മാക്സിമം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ പത്രം കൊടുക്കാനാണെന്നുണ്ടെങ്കിലും ഫുഡ് കൊടുക്കാനാണെന്നുണ്ടെങ്കിലും എൻ്റെ മാക്സിമം ഞാൻ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ 3 month കോഴ്സായിരുന്നു ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. ഒരു ലാസ്റ്റ് മന്ത് നവംബറൊക്കെ ആയപ്പോഴത്തേക്കും ഏതിൽ ഡേറ്റാണ് ചൂസ് ചെയ്യേണ്ടതെന്നുള്ള കാര്യത്തിൽ ഒരു കൺഫ്യൂഷനായി. അങ്ങനെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു, മാതാവ് എനിക്ക് ആപ്റ്റായിട്ടുള്ള ഒരു ഡേറ്റ് എനിക്ക് പറഞ്ഞു തരണേന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഞാൻ സ്വപ്നത്തിൽ മാതാവിനെ കാണുകയും മാതാവിനോട് ജസ്റ്റ് ഡിസംബർ എന്ന് മാത്രം ഒന്ന് പറയുകയും ചെയ്തു. അപ്പോൾ തന്നെ ഞാൻ രാവിലെ ജസ്റ്റ് ഗൂഗിളിൽ ഞാനൊന്ന് സെർച്ച് ചെയ്ത് നോക്കി ഡിസംബറിൽ ഏതാണ് OETക്ക് ഡേറ്റ് ഉള്ളതെന്ന്. ഞാൻ സെർച്ച് ചെയ്തപ്പോൾ ആകട്ടെ എനിക്ക് കിട്ടിയ ഡേറ്റ് എന്ന് പറയുന്നത് ഡിസംബറിൽ ആകെ ഒരേ ഒരു ഡേറ്റേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഇയർ എൻഡിങ്ങിലെ ഏറ്റവും ലാസ്റ്റ് ഡേറ്റ് ആയിരുന്നു. അതെന്ന് പറയുന്നത് മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ ദിവസമായ ഡിസംബർ 7-ാം തീയതി ആയിരുന്നു. അപ്പം അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് കൺഫേം ആയി, ഓക്കെ ഇത് മാതാവ് എനിക്ക് വേണ്ടിയിട്ട് ഡിസൈഡ് ചെയ്ത ഡേറ്റ് ഇത് തന്നെ ആയിരുന്നു എന്ന് പറഞ്ഞ് ഞാനത് കൺഫേം ചെയ്തു. അപ്പോൾ തന്നെ ഞാൻ പോയി സെൻറ്ററും അതുപോലെ ഞാൻ ഡിസംബർ 7-ാം തീയതി എൻ്റെ OET എക്സാം ബുക്ക് ചെയ്യുകയാണ് ഉണ്ടായത്. പക്ഷേ ഞാനത് ബുക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ അക്കാഡമിയിൽ നിന്ന് മാംസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ ഡേറ്റ് ചൂസ് ചെയ്യണ്ട, അത് ക്യാൻസൽ ചെയ്യുക, ബിക്കോസ് അത് ഇയർ എൻഡിങ്ങിലെ ഡേറ്റ് ആയതുകൊണ്ട് അതിൽ വിന്നിങ് പെർസെൻറ്റേജ് കുറവായിരിക്കുമെന്ന് അവരൊന്ന് പറയുന്നുണ്ടായിരുന്നു. അതിന് തൊട്ട് മുന്നേ നവംബറിലൊരു ഡേറ്റ് ഉണ്ടായിരുന്നു, അതെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇച്ചിരി കൂടി പാസ് പെർസെൻറ്റേജ് കൂടുതലായിരിക്കും എന്ന് അവർ പറഞ്ഞു. പക്ഷേ എൻ്റെ ഒരു കോൺഫിഡൻസ് ഡിസംബർ 7-ാം തീയതി മാതാവ് എനിക്ക് കാണിച്ചു തന്ന ഡേറ്റാണ്. ആ ഡേറ്റിൽ ഞാൻ എഴുതിയിട്ട് തോക്കുകയാണെന്നുണ്ടെങ്കിൽ തോറ്റോട്ടെ എന്നുള്ള ആ ഒരു കോൺഫിഡൻസിൽ ഞാൻ ആ ഡേറ്റുമായിട്ട് തന്നെ മുന്നോട്ട് പോവുക ചെയ്തത്. എൻ്റെ കൂടെ ഡിസംബർ 7-ാം തീയതി എടുക്കാനിരുന്ന കുട്ടികൾ പലരും ആ ഡേറ്റ് മാറ്റി വേറെ ഡേറ്റിലോട്ട് മാറ്റിയായിരുന്നു. ഞാനതുപോലെ ഡിസംബർ 7-ആയിട്ട് മുമ്പോട്ട് പോയി. അങ്ങനെ ഡിസംബർ 7-ാം തീയതി ഞാൻ എൻ്റെ OET എക്സാം അപ്പിയർ ചെയ്തു. ഞാൻ എക്സാം അപ്പിയർ ചെയ്യാൻ പോയപ്പോഴാണെന്നുണ്ടെങ്കിലും ഉടമ്പടി തൈലവും അതുപോലെ വെഞ്ചരിച്ച ഉപ്പൊക്കെ ഇട്ട് പ്രാർത്ഥിച്ചിട്ടായിരുന്നു പോയത്. റീഡിങ്, ലിസണിങ്, റൈറ്റിംഗ് എല്ലാം ഞാൻ ബുക്ക്ലെറ്റ് തിരിച്ചു കൊടുത്തപ്പോഴത്തേക്കും അതിൽ ഉടമ്പടി ഉപ്പിട്ട് പ്രാർത്ഥിച്ച് വിശ്വാസപ്രമാണം ചൊല്ലിയിട്ടായിരുന്നു ഞാൻ തിരിച്ചു കൊടുത്തത്. കറക്റ്റ് ഒരു എൻ്റെ ആദ്യത്തെ ഉടമ്പടി തീരുന്ന കറക്റ്റ് 90-ാമത്തെ ദിവസം, അതായത് ഡിസംബർ 13-നാണ് എൻ്റെ OETയുടെ റിസൾട്ട് വന്നത്. ആ റിസൾട്ട് കണ്ട് ഞാൻ ശരിക്കും ഷോക്കായി പോയായിരുന്നു. ഞാൻ മാതാവിനോട് എനിക്കൊരു 350 എല്ലാ മൊഡ്യൂളിലും തന്ന് അനുഗ്രഹിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്. ഇനി ഒരു വട്ടം കൂടി എഴുതാനായിട്ട്, ഒന്നാമത് എൻ്റെ കയ്യിൽ ഇനി ഒന്നും കൂടെ അറ്റൻഡ് ചെയ്യാനായിട്ടുള്ള പൈസയില്ല.
അപ്പം ഇതിൽ തന്നെ അങ്ങ് കയറ്റി വിടണമെന്ന് ഞാനൊന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ 350 ചോദിച്ച സ്ഥലത്ത് മാതാവ് എനിക്ക് തന്നത് സ്പീക്കിംഗ് റൈറ്റിംഗ് 400 അതുപോലെ ലിസണിങ് 380, റീഡിങ് 370 സ്കോർ തന്നാണ് മാതാവ് എന്നെ അനുഗ്രഹിച്ചത്. അതുപോലെ ഞാൻ വിചാരിച്ച പോലെ തന്നെ അന്ന് ആ അക്കാഡമിയിൽ എൻ്റെ ക്ലാസ്സിൽ നിന്ന് എഴുതിയാലാകെ ഞാൻ മാത്രമേ അതിൽ ഫുൾ B സ്കോർ വാങ്ങി പാസ്സായിട്ടുണ്ടായിരുന്നുള്ളൂ. അതെനിക്ക് വളരെ വലിയൊരു അനുഗ്രഹമായിട്ടായിരുന്നു തോന്നിയത്. അതിന് ഞാൻ അത്ര എക്സൈറ്റഡ് ആയിട്ട് ഞാൻ അതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഞാൻ ഇവിടെ വന്ന് മാതാവിനെ നേരിട്ട് കണ്ട് നന്ദി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കഴിഞ്ഞ വർഷം ഡിസംബർ 26 ഞാനിവിടെ ഒന്നും കൂടെ വന്നിട്ടുണ്ടായിരുന്നു സാക്ഷ്യം പറയാനായിട്ട്. പക്ഷേ അന്ന് എന്നെ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം ഞാൻ പ്രോസസ്സിംഗ് ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, എൻ്റെ കയ്യിൽ വിസയോ ടിക്കറ്റോ ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അന്ന് ഞാൻ വളരെ നിരാശയോടുകൂടി ഇവിടുന്ന് പോകേണ്ടി വന്നായിരുന്നു. ഇവിടെ ഞാൻ താഴത്ത് മാതാവിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിന്ന് ഒരുപാട് ഞാൻ കരഞ്ഞായിരുന്നു. അത്രയ്ക്ക് ഞാൻ ആഗ്രഹിച്ചു വന്നതായിരുന്നു എനിക്കിവിടെ ഒന്ന് സാക്ഷ്യം പറയണമെന്ന്. അതെന്നെ കൊണ്ട് പറ്റിയില്ലല്ലോ, നീ എന്നെ അടുത്ത വർഷം ഈ സമയത്ത് തന്നെ ഇവിടെ നിർത്തി ഒന്ന് സാക്ഷ്യം പറയിക്കണേന്ന് ഞാൻ അന്ന് അവിടെ നിന്ന് ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു. മാതാവ് അത് സീരിയസ് ആയിട്ട് കണ്ടു. അതുകൊണ്ട് കഴിഞ്ഞ വർഷം ഏത് ദിവസമാണോ ഞാനിവിടുന്ന് കരഞ്ഞുകൊണ്ട് പോയത് ആ സെയിം ഡേറ്റിൽ തന്നെ ഡിസംബർ 26 എനിക്കിവിടെ വന്ന് വീണ്ടും സാക്ഷ്യം പറയാനായിട്ട് പറ്റി. അതുപോലെ ജാനുവരിയിൽ മുമ്പോട്ട് പോകുമ്പോഴത്തേക്കും ജാനുവരിയിൽ ഞാൻ എൻ്റെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യാൻ ഏത് കൺട്രി ചൂസ് ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് ഞാൻ അയർലൻഡാണ് ഞാൻ ചൂസ് ചെയ്തത്. ഞാൻ അയർലൻഡ് പ്രോസസ്സിംഗ് ആയിട്ട് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. എനിക്ക് വേണ്ട ഡോക്യുമെൻറ്റ്സ്, അയർലൻഡ് പ്രോസസ്സിംഗ് ആണെങ്കിൽ ഒരുപാട് ഡോക്യുമെൻറ്റ്സ് റെഡിയാക്കാനുണ്ട്. അപ്പം ഞാൻ ഓൾമോസ്റ്റ് എൻ്റെ യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ളതാണെങ്കിലും നഴ്സിംഗ് കൗൺസിലിൻ്റെയും എല്ലാ പേപ്പേഴ്സും ഞാൻ റെഡിയാക്കി. ലാസ്റ്റ് എനിക്ക് ഒരേ ഒരു പേപ്പറും കൂടെ ആയിരുന്നു എനിക്ക് റെഡിയാക്കാനുണ്ടായിരുന്നത്. അത് ഞാൻ വർക്ക് ചെയ്ത ഹോസ്പിറ്റലിൽ നിന്നുള്ളൊരു റെഫറൻസ് ലെറ്റർ ആയിരുന്നു. അപ്പം ഞാൻ അവിടെ 1.5 ഇയർ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അവർക്കൊരു 2 ഇയർ കോൺട്രാക്റ്റ് ഉണ്ടായിരുന്നു. ആ പീരീഡ് കംപ്ലീറ്റ് ആക്കാണ്ട് അവർ റെഫറൻസ് തരത്തില്ല എന്നവർ പറഞ്ഞു. ഞാൻ പല രീതിയിൽ അപ്രോച്ച് ചെയ്യാൻ നോക്കി ആ സർട്ടിഫിക്കറ്റ് വാങ്ങാനായിട്ട്. പക്ഷെ അവരൊട്ടും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അവിടെ വെച്ച് എൻ്റെ ടോട്ടൽ ഞാനങ്ങ് ബ്ലാങ്കായിപ്പോയി. ഇനി മുന്നോട്ട് ഞാനിനി എന്നാ ചെയ്യും? ഏത് യൂറോപ്യൻ കൺട്രിയിൽ ഞാനൊരു ആപ്ലിക്കേഷൻ കൊടുക്കാനാണെന്നുണ്ടെങ്കിലും ആ ഒരു സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്ക് ഇപ്പോൾ UK ആണെന്നുണ്ടെങ്കിലും ഓസ്ട്രേലിയ ആണെന്നുണ്ടെങ്കിലും ഏത് കൺട്രിയിൽ കൊടുക്കണം എന്നുണ്ടെങ്കിലും ആ ഒരു സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അപ്പോൾ അവിടെ വെച്ച് എൻ്റെ മുമ്പോട്ടുള്ള പ്ലാനിങ് എല്ലാം അങ്ങ് ക്വസ്റ്റ്യൻ മാർക്കായിപ്പോയി. ഇനി ഞാൻ മുമ്പോട്ട് എന്ത് ചെയ്യും എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു ഡൗട്ടായിപ്പോയി. അങ്ങനെ ഞാൻ പല ഏജൻസികളിൽ അപ്രോച്ച് ചെയ്തു. കാണുന്ന എല്ലായിടത്തും ഞാൻ റിയാക്ഷൻ ഇടുമായിരുന്നു. പല സ്ഥലങ്ങളിലോട്ടുള്ള റിക്രൂട്ട്മെൻറ്റിനോ ഒക്കെ ഞാൻ അന്വേഷിക്കുമായിരുന്നു. പക്ഷേ എല്ലായിടത്തും ചോദിക്കുമ്പോഴത്തേക്കും മിനിമം ഒരു 5 lakhs 6 lakhs എബവ് ആണ് എല്ലായിടത്തും സർവീസ് ചാർജും ടോട്ടൽ ഓൾ ഓവർ പ്രോസസ്സിങ്ങിനൊക്കെ റേറ്റ് വരുന്നത്. അതും ഒരു പ്രശ്നം തന്നെയായിരുന്നു. അങ്ങനെ ഞാൻ എന്ത് ചെയ്യും? മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ മുന്നോട്ട് എനിക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് എനിക്കറിയത്തില്ല. മാതാവ് തന്നെ എനിക്കൊരു സ്ഥലം കാണിച്ചത്. പക്ഷെ മാതാവ് തന്നെ ഈ റിസൾട്ട് വെച്ച് തന്നെ എനിക്ക് എവിടെയെങ്കിലും പോയേ പറ്റുള്ളൂ. ആ റിസൾട്ട് എനിക്കിവിടെ വന്ന് പറയണം. അതിന് ആപ്റ്റായിട്ടുള്ള ഒരു കൺട്രി എനിക്ക് കാണിച്ചു തരണേ എന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചായിരുന്നു. അങ്ങനെ ഞാൻ പല ഏജൻസികളിൽ അയക്കുന്ന കൂട്ടത്തിൽ ഞാനൊരു റിക്രൂട്ട്മെൻറ്റ് ഞാൻ പഠിച്ച അക്കാഡമിയുടെ ഒരു അഡ്വർടൈസ്മെൻറ്റ് ഞാനിങ്ങനെ കാണാനായിട്ടിടയായി. കേരള ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു ഏജൻസി വഴി ബെൽജിയത്തിലോട്ട് നേഴ്സസിനെ റിക്രൂട്ട് ചെയ്യുന്ന ഒരു അഡ്വർടൈസ്മെൻറ്റ് ഞാൻ കാണുകയും അതിന് ഞാൻ എൻ്റെ CV OET സ്കോർ എല്ലാം ഞാൻ അയച്ചു കൊടുക്കുകയും ചെയ്തായിരുന്നു. അവർ ചോദിച്ചിട്ടുള്ള റിക്വയർമെൻറ്റ്സ് 1 ഇയർ എക്സ്പീരിയൻസും OET മിനിമം സ്കോറും ആയിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ എൻ്റെ സ്കോർ ഡീറ്റെയിൽസും അതുപോലെ CV എല്ലാം അവർക്ക് അയച്ചു കൊടുത്തു. മാതാവിൻ്റെ വലിയൊരു ഇടപെടൽ കൊണ്ട് ഫസ്റ്റ് റൗണ്ട് ഓഫ് സെലക്ഷൻ CV സെലക്ഷൻ ആയിരുന്നു. അതിൽ നിന്ന് സെലക്ഷനായി എന്ന് പറഞ്ഞവർ എനിക്ക് റിപ്ലൈ മെയിൽ തന്നു. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഒരു സൈക്കോളജിക്കൽ അസസ്മെൻ്റ് ഉണ്ടായിരുന്നു. അത് ഞാൻ അറ്റൻഡ് ചെയ്തു. അതിൽ ഞാൻ എങ്ങനെയാണ് അപ്പിയർ ചെയ്തതെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. എല്ലാം ഞാൻ പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചിട്ടായിരുന്നു ഞാൻ ആൻസേഴ്സ് എല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. അതിലും സെലക്ഷനായി എന്ന് പറഞ്ഞു വന്നു. ടോട്ടൽ 4 റൗണ്ട് ഓഫ് ഇൻ്റർവ്യൂവും അതുപോലെ ടോട്ടൽ പ്രൊസീജിയർ 4 റൗണ്ട് ഉണ്ടായിരുന്നു സെലക്ഷന് വേണ്ടിയിട്ട്.
ഈ സൈക്കോളജിക്കൽ അസസ്മെൻറ്റിന് ശേഷം ഒരു ട്രിവാൻഡ്രത്ത് വെച്ചൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു ഡയറക്റ്റ് എംപ്ലോയേഴ്സുമായിട്ടുള്ള. അപ്പം ഞാൻ എംപ്ലോയേഴ്സുമായിട്ടുള്ള ഇൻ്റർവ്യൂവിന് വേണ്ടി ഞാൻ ട്രിവാൻഡ്രത്തോട്ട് പോയി അവിടെ വെച്ച് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അപ്പം ഞാൻ ഇൻ്റർവ്യൂവിന് കയറുന്നതിന് മുന്നേ ഉടമ്പടി തൈലം നാവിൽ കുരിശ് വരച്ച് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഞാൻ കയറിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ ആ ഇൻ്റർവ്യൂ നടത്തിയ ഹാളിന് ഫ്രണ്ടിലായിട്ട് ഞാൻ വെഞ്ചരിച്ച ഉപ്പ് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചിട്ടതിന് ശേഷമാണ് ഞാൻ ഇൻ്റർവ്യൂ അപ്പിയർ ചെയ്യാൻ കയറിയത്. അവരെന്നോട് ബെൽജിയം എന്തുകൊണ്ട് ചൂസ് ചെയ്തു എന്ന് ചോദിച്ചതിനുള്ള ഒരു ആൻസർ ഞാൻ പറഞ്ഞത് എനിക്കൊരു ക്രിസ്ത്യൻ കൺട്രിയിൽ വർക്ക് ചെയ്യണം എന്നുള്ള ആഗ്രഹമായിരുന്നു എന്ന് തന്നെയായിരുന്നു. അതിന് അവരുടെ സൈഡിൽ നിന്നൊരു പോസിറ്റീവായിട്ടുള്ളൊരു റെസ്പോണ്ടാണ് കിട്ടിയത്. അതിനുശേഷം ഞാൻ ഈ ഇൻ്റർവ്യൂവിൻ്റെ റിസൾട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുമായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും ആ ഇൻ്റർവ്യൂ ക്ലിയർ ആയെന്നും പറഞ്ഞ് എനിക്ക് മെയിൽ വന്നു. അടുത്ത നെക്സ്റ്റ് റൗണ്ട് ഓഫ് ഇൻ്റർവ്യൂ എറണാകുളത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനും ഞാൻ അപ്പിയർ ചെയ്തു. ഇതുപോലെ തന്നെ ഞാൻ പോയവിടത്തെല്ലാം ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിച്ചിട്ടായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പം ലാസ്റ്റ് റൗണ്ട് ഓഫ് ഇൻ്റർവ്യൂവിലും ക്ലിയറായി. അവർ അതിനുശേഷമുള്ള പ്രൊസീജിയർ എന്ന് പറയുന്നത് 6 months ഡച്ച് ലാംഗ്വേജ് കോഴ്സ് ക്ലിയർ ചെയ്യണമെന്നായിരുന്നു. അവർ തന്നെ നമുക്ക് ജൂലൈ തൊട്ട് 6 months അവർ നമുക്ക് എറണാകുളത്ത് വെച്ച് കോച്ചിങ് തരുവാണ്. അപ്പം അതിന് ഓഫ്ലൈനായിട്ടായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അതിന് ഞാൻ ഓൾറെഡി അപ്പം എൻ്റെ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കോഴിക്കോട് ഒരു ഹോസ്പിറ്റലിൽ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഞാൻ അവിടെ നിന്ന് റിസൈൻ ചെയ്ത് പോന്നു കഴിഞ്ഞാൽ എനിക്കൊരു എഡ്യൂക്കേഷൻ ലോൺ ഉണ്ട്. ഞാൻ എല്ലാ മാസവും 5,000 rupees വെച്ച് ഞാൻ അടയ്ക്കുന്നതാണ്. അപ്പം എനിക്കൊരു ഇൻകം അത് ഇല്ലാണ്ടായി കഴിഞ്ഞാൽ ആ 5,000 രൂപ അടയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനിനി ആരോട് ചോദിക്കും മാതാവേ എന്ന് എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷെ മാതാവ് അതിന് ഒരു കറക്റ്റായിട്ടുള്ളൊരു ആൻസർ തന്നെ വന്ന് ഈ ഒരു റിക്രൂട്ട്മെൻറ്റിൽ 6 മാസം ഡച്ച് ലാംഗ്വേജ് കോഴ്സ് ചെയ്യുമ്പോഴത്തേക്കും അവർ പെർ മന്ത് 15,000 രൂപ വെച്ച് ഞങ്ങൾക്ക് സ്റ്റൈഫൻ്റായിട്ട് ഇങ്ങോട്ട് തരുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പ്രശ്നത്തിനും മാതാവ് എനിക്കൊരു സൊല്യൂഷൻ കാണിച്ചു തന്നു. അതുകൊണ്ട് ഞാൻ ധൈര്യമായിട്ട് ഞാൻ എൻ്റെ അവിടുത്തെ ജോലി ഉപേക്ഷിച്ച് ഞാൻ എറണാകുളത്ത് ലൂർദ് ഹോസ്പിറ്റലിൽ വെച്ചായിരുന്നു ഞങ്ങൾക്ക് അവരുടെ ഹോസ്റ്റലിൽ നിർത്തിയിട്ടാണ് ഞങ്ങൾക്ക് ട്രെയിനിങ് തന്നുകൊണ്ടിരുന്നത്. അതും മാതാവിൻ്റെ പ്രസൻസ് ഉള്ള ഒരു സ്ഥലത്ത് വെച്ചുകൊണ്ട് തന്നെയായിരുന്നു ഞങ്ങളുടെ കോഴ്സ് നടന്നുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ അവിടെ ചെന്നപ്പോഴാണെന്നുണ്ടെങ്കിലും ഞാൻ ഓൾറെഡി പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. ഇത്രയും നാൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ട്സോ ആരും എനിക്കറിയാവുന്ന ആരും തന്നെ ഇല്ല. അപ്പം ഇനി പുതിയ കിട്ടുന്ന കാണുന്ന ആളുകളൊക്കെ എങ്ങനെയായിരിക്കും, ഒരു നല്ല ആളുകളെ കിട്ടണേ എന്ന് ഞാനിങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾക്ക് ഹോസ്റ്റലിലാണെന്നുണ്ടെങ്കിലും എസ്പെഷ്യലി എൻ്റെ റൂമിൽ ഞങ്ങൾ 3 പേരായിരുന്നു. ഞങ്ങൾ 3 പേര് ഉടമ്പടി എടുത്തിട്ടുള്ള ആളുകളായിരുന്നു. ഞങ്ങൾ ഒന്നിച്ചായിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതും കൊന്ത ചെല്ലുന്നതും എല്ലാ കാര്യങ്ങളും ഒന്നിച്ച് ചെയ്യുമായിരുന്നു. ഇപ്പം എൻ്റെ ബാച്ചിലാണെന്നുണ്ടെങ്കിൽ 20 പേരുണ്ടായിരുന്നു. ഞങ്ങൾ ആ ബാച്ചിലുള്ള എല്ലാവരും തന്നെ മാതാവിനെ അറിയാവുന്നവരും ഒരുപാട് പേര് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നവരുമായിരുന്നു. അതുപോലെ കോഴ്സ് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയി. ഇടയ്ക്ക് ഒക്ടോബറിൽ വെച്ച് ഞങ്ങൾക്ക് ചെറിയൊരു ഇവാലുവേഷൻ ഉണ്ടായിരുന്നു. ആ ഇവാലുവേഷനിലും ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും ടോട്ടൽ 73 പേരായിരുന്നു ഈ ഒരു പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് അവിടെ പഠിക്കാനായിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ചെയ്യാൻ പറ്റണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും അതുപോലെ തന്നെ ക്ലിയർ ആവാനായിട്ട് സാധിച്ചു. എല്ലാവരും ആ ഇവാലുവേഷനിൽ ക്ലിയറായി. അതിനുശേഷം ഞാനിവിടെ അഖണ്ഡ ജപമാല റാലിയിൽ പങ്കെടുക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് 2024 ഞാൻ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു, 2025 ഞാൻ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഓരോ പ്രാവശ്യം വന്നപ്പോൾ എൻ്റെ കൂടെ ഒരു മിനിമം ഒരു 5 പേരെയും കൊണ്ടാണ് ഞാനിവിടെ വന്ന് പങ്കെടുത്തിട്ടുള്ളത്. അത് വലിയൊരു അനുഗ്രഹമായിട്ട് കാണുന്നു. അതുപോലെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം മുമ്പോട്ടും നല്ല രീതിയിൽ തന്നെ പോയി. ഈ ഡിസംബർ കഴിഞ്ഞ ഫ്രൈഡേ ഞങ്ങളുടെ ക്ലാസ് കഴിഞ്ഞ് എല്ലാവരും തന്നെ വീട്ടിലോട്ട് തിരിച്ചു പോയി. അതുപോലെ കോഴ്സ് എല്ലാവരും സക്സസ്ഫുള്ളി കംപ്ലീറ്റഡായി. ഞങ്ങളുടെ VFSൻ്റെ അപ്പോയിൻമെൻ്റ് ആണെന്നുണ്ടെങ്കിലും അത് ഞാനിവിടെ തന്നെ ഇതിനു മുന്നേ സാക്ഷ്യം പറയുന്നത് കേട്ടിട്ടുണ്ട്. ജർമ്മനിക്ക് പോകാനൊക്കെയാണെങ്കിലും VFSൻ്റെ അപ്പോയിൻമെൻറ്റിന് വേണ്ടി അപ്ലൈ ചെയ്തിട്ട് കിട്ടുന്നില്ല, ഒരുപാട് ലാഗ് ആവുന്നു, പിന്നെ ദൂരെയുള്ള ഓഫീസുകളിലൊക്കെയാണ് അപ്പോയിൻമെൻറ്റ് കിട്ടുന്നതെന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഞങ്ങൾക്ക് ആ ഒരു കാര്യത്തിൽ ഈ റിക്രൂട്ടിംഗ് ഏജൻസി തന്നെ ഞങ്ങൾ ഒരു കാര്യം പോലും അറിയേണ്ടി വന്നിട്ടില്ല. എല്ലാം വളരെ സ്മൂത്തായിട്ട് തന്നെ അവരെല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് ചെയ്തു തന്നു. 30 ദിവസം കൊണ്ട് മിനിമം 30 ദിവസം കൊണ്ട് കിട്ടേണ്ട ഷെങ്കൻ വിസ ഞങ്ങൾക്ക് 73 പേർക്ക് ഒരാഴ്ചയ്ക്കുള്ളിലാണ് അവർ എല്ലാം റെഡിയാക്കി തന്നത്. ഇപ്പം ഞാൻ എൻ്റെ കയ്യിൽ ഞങ്ങൾക്ക് പോകാനുള്ള വിസയും അതുപോലെ ടിക്കറ്റുമായിട്ടാണ് ഞാനിന്ന് വന്നേക്കുന്നത്. അതുപോലെ മാതാവിൻ്റെ കൃപ കാരണം അടുത്ത ജനുവരി 13 ഞങ്ങൾ 73 പേരാണ്
ബെൽജിയത്തിലോട്ട് പോകുന്നത് 2 ഫ്ലൈറ്റായിട്ട്. ഇത്രയും വലിയ അനുഗ്രഹം നൽകിയ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. കാരണം എനിക്കറിയാം ഇത് എത്ര വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള കാര്യം എനിക്കറിയാം. മാതാവി ചെയ്തു തന്നിരിക്കുന്ന ഈ ഒരു അനുഗ്രഹം എത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല. കാരണം OET എഴുതി ക്ലിയർ ചെയ്തിട്ടാണെന്നുണ്ടെങ്കിലും റിക്വയർഡ് സ്കോർ ഉണ്ടായിട്ട് പോലും ഒരിടത്തും പോകാൻ പറ്റാണ്ട് OET എക്സ്പയർ ആയി പോയി വിഷമിച്ച് ഡിപ്രഷൻ അടിച്ചിരിക്കുന്ന ഒരുപാട് ആളുകളെ എനിക്ക് തന്നെ പേഴ്സണലി അറിയാം. മാതാവ് അങ്ങനെ ഒരു അവസരം ഉണ്ടാക്കാതെ എനിക്ക് ഇങ്ങനെ ഒരു അവസരം, അതുപോലെ എൻ്റെ ഒരു മെയിനായിട്ടുള്ളൊരു കൺസേൺ ആയിരുന്നു ഒരുപാട് പൈസ കൊടുത്ത് ഒരിടത്തോട്ട് പോകേണ്ടി വരുമോ എന്നുള്ള കാര്യത്തിൽ. അതിനൊരു ഇടയാക്കാതെ ഒരു പൈസ പോലും മുടക്കാതെ ഒരു നല്ലൊരു റിക്രൂട്ട്മെൻറ്റ് വഴി ഒരു യൂറോപ്യൻ കൺട്രി തന്നെ മാതാവ് എനിക്ക് കാണിച്ചു തന്നു. അത് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ആലോചിക്കുമായിരുന്നു, ഇത് മാതാവ് നടത്തിയ റിക്രൂട്ട്മെൻറ്റ് തന്നെയാണെന്നാണ് ഞാൻ ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു, എന്തുകൊണ്ടായിരിക്കും മാതാവ് ബെൽജിയം ചൂസ് ചെയ്തത്, എന്താണ് ഒരു റീസൺ ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു. അതിനുള്ള ഉത്തരം എനിക്ക് ഇവിടുന്ന് തന്നെയാണ് കിട്ടിയത്. ഞാനവിടെ വെഞ്ചരിച്ച നേർച്ച വസ്തുക്കൾ വാങ്ങാനായിട്ട് നിന്നപ്പം അവിടെ മുകളിലുള്ള ബോർഡും കാര്യങ്ങളൊക്കെ വായിച്ചു നോക്കിയായിരുന്നു. ഇവിടെ മാതാവ് പല സ്ഥലങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടതിൻ്റെ അവിടെ ഡീറ്റെയിൽസ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അതിനകത്ത് കണ്ടു ബെൽജിയത്തിൽ 2 തവണ മാതാവ് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അതുപോലെ ബെൽജിയത്തിൻ്റെ തൊട്ടടുത്തുള്ള അടുത്ത കൺട്രിയാണ് ഫ്രാൻസ് എന്ന് പറയുന്നത്, അവിടെ 6 വട്ടം മാതാവ് പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ എനിക്കൊരു ആൻസർ കിട്ടി, മാതാവിൻ്റെ ഏറ്റവും കൂടുതൽ പ്രസൻസ് ഉള്ള ഒരു സ്ഥലത്തോട്ട് തന്നെയാണ് പോകുന്നതെന്ന് എനിക്ക് ഉറപ്പായി. അതിലെനിക്ക് ഒരുപാട് സന്തോഷമുണ്ടായിരുന്നു. അതുപോലെ ഈ കഴിഞ്ഞ ഡിസംബറിലും ഈ ഡിസംബറിലും മാതാവ് എനിക്ക് വലിയ 2 ഗിഫ്റ്റുകളാണ് ക്രിസ്മസ് ഗിഫ്റ്റായിട്ട് തന്നത്. അതുകൊണ്ട് ഞാൻ എൻ്റെ ഈ സാക്ഷ്യം ഞാൻ മാതാവിനുള്ള എൻ്റെ റിട്ടേൺ ഗിഫ്റ്റായിട്ട് ഞാൻ സമർപ്പിക്കുകയാണ്. അതുപോലെ ഞാനാണെന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ ആത്മീയ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങളെന്ന് പറയാൻ, ഞാൻ പണ്ടാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് പെട്ടെന്ന് എനിക്ക് ദേഷ്യം വരുമായിരുന്നു. ചെറിയ എന്തെങ്കിലും കാര്യങ്ങൾ വരുമ്പോൾ തന്നെ ഞാൻ പെട്ടെന്ന് ഇറിറ്റേറ്റഡ് ആവുമായിരുന്നു. പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം അതൊരുപാട് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നു. അതുപോലെ ഇപ്പം നമ്മളോട് എന്തെങ്കിലും മോശമായിട്ട് പെരുമാറുന്നവരുടെ നേരത്തെ ആയിരുന്നുണ്ടെങ്കിൽ എനിക്ക് അവരെ പിന്നെ കാണുന്ന പോലെ എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു. അത് ഭയങ്കര വെറുപ്പുള്ള കാര്യമായിരുന്നു. പക്ഷേ ഇപ്പം നമ്മളോട് എന്തെങ്കിലും മോശമായിട്ട് ചെയ്യുന്നവരോട് പോലും പെട്ടെന്ന് ക്ഷമിക്കാനും അത് മറക്കാനുമായിട്ടുള്ള പ്രത്യേക ഒരു കഴിവ് എനിക്ക് ഉടമ്പടിയിലൂടെ ലഭിച്ചു. പിന്നെ എന്തൊരു കാര്യം ചെയ്യുമ്പോഴാണെന്നുണ്ടെങ്കിലും ഒരു ഇൻവിസിബിൾ ആയിട്ടുള്ള ഒരു ഗൈഡൻസ് എനിക്ക് കിട്ടുന്നുണ്ട്. ഓരോ കാര്യം ചെയ്യാൻ പോകുമ്പോഴും നീ അത് ചെയ്യുമ്പോഴായിരിക്കും കൂടുതൽ ബെറ്റർ. ഒരു മോശമായിട്ടുള്ളൊരു കാര്യത്തിലോട്ട് പോകുമ്പോഴത്തേക്കും ഉള്ളിൽ നിന്ന് ഒരാളിങ്ങനെ പറഞ്ഞു തരുന്ന പോലെ തോന്നും, അത് വേണ്ട, ഇത് ചെയ്യണ്ട, നീ മറ്റേത് ചെയ്താൽ മതി. അങ്ങനെ ഒരു ഇൻവിസിബിൾ ആയിട്ടുള്ളൊരു ഗൈഡൻസ് എനിക്ക് ഒരുപാട് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ ബൈബിള് നന്നായിട്ട് വായിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. ഞാൻ പുതിയ നിയമം ഫുള്ള് വായിച്ചു. ഇനി പഴയ നിയമം ഇപ്പം കണ്ടിന്യൂസ് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ എല്ലാ ദിവസവും പള്ളിയിൽ പോകാൻ പറ്റുന്നുണ്ട്. കുമ്പസാരമാണെന്നുണ്ടെങ്കിൽ റെഗുലറായിട്ട് എല്ലാം കണ്ടിന്യൂ ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ കാരുണ്യപ്രവർത്തികളായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് പത്രം വാങ്ങി, ഞാൻ OET പഠിച്ചുകൊണ്ടിരുന്നത് ആലുവയിലായിരുന്നു. അപ്പം ആലുവ അടുത്ത് തന്നെയാണ് ഗവൺമെൻറ് ഹോസ്പിറ്റൽ. അപ്പം ഞാൻ അവിടെ പോയി പത്രം അവിടെ കൊടുക്കുമായിരുന്നു. അതുപോലെ അവിടെ ഡയാലിസിസിലുള്ള പേഷ്യൻസിനോടൊക്കെ പോയി സംസാരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ എന്നെക്കൊണ്ട് എൻ്റെ കയ്യിലുള്ള സേവിങ്സ് വെച്ച് ഞാനൊരു 6-7 പൊതിച്ചോറൊക്കെ വാങ്ങിയിട്ട് അവിടെ ഹോസ്പിറ്റലിലുള്ള പുറത്തിരിക്കുന്നവർക്കൊക്കെ കൊണ്ട് കൊടുക്കുമായിരുന്നു. എൻ്റേതായിട്ടുള്ള രീതിയിൽ ഞാൻ മാക്സിമം ട്രൈ ചെയ്യുമായിരുന്നു ഉടമ്പടിയിൽ ഏറ്റവും കൂടുതൽ അത് ഇമ്പ്രൂവ് ആക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ എല്ലാ മാസവും ഞാനിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പോലും എൻ്റെ കയ്യിലുള്ള ഒരു ചെറിയൊരു സേവിങ്സ് വെച്ച് ഞാൻ പാവപ്പെട്ട കുട്ടികൾക്ക് പഠിക്കാനും അവരുടെ ഫുഡിനും അതായത് സ്കൂൾ മെറ്റീരിയൽസിനും ഒക്കെ വേണ്ടിയിട്ട് പറ്റാവുന്ന മാസങ്ങളിലെല്ലാം ഞാൻ ഫണ്ട് കൊടുക്കുമായിരുന്നു. അതുപോലെ ഞാൻ ഓങ്കോളജി ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഏറ്റവും കൂടുതൽ ഫിസിക്കലിയും മെൻ്റലിയും വീക്കായിട്ടുള്ള പേഷ്യൻസ് വരുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് ഓങ്കോളജി എന്ന് പറയുന്നത്. അപ്പം ഞാൻ എപ്പോഴാണോ ആ ഡിപ്പാർട്ട്മെൻറ്റിൽ കയറിയത് അപ്പം തൊട്ട് ഞാൻ എപ്പോൾ കൊന്ത ചൊല്ലിയാലും എൻ്റെ രഹസ്യം ഞാൻ എല്ലാ ക്യാൻസർ രോഗികൾക്കും വേണ്ടിയിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അതിപ്പോഴും ഞാൻ കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. അതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് കൂടുതൽ പ്രാർത്ഥിക്കാനും അതുപോലെ അവരെ ഹെൽപ്പ് ചെയ്യാനും ഒക്കെ എന്നെക്കൊണ്ട് പറ്റുന്നുണ്ട്.
ഇത്ര അനുഗ്രഹങ്ങൾ നൽകിയ പരിശുദ്ധ അമ്മയ്ക്ക് 1000 നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെ പറയാനുണ്ടായിരുന്നു. എനിക്ക് എൻ്റെ നേസൽ സെപ്റ്റത്തിന് ചെറിയൊരു ഡീവിയേഷൻ ഉണ്ടായിരുന്നു. അപ്പം CT സ്കാൻ എടുത്തപ്പം അതിൽ സൈനസിന് ചെറിയൊരു ബ്ലോക്ക് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ചെറിയൊരു പ്രൊസീജിയർ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനത് കാര്യമായിട്ട് എടുത്തിട്ടില്ലായിരുന്നു. അത് ചെയ്യണ്ടെന്നുള്ള ഒരു മൈൻഡായിരുന്നു എനിക്ക്. അത് 1 ഇയർ മുന്നേ പറഞ്ഞായിരുന്നു. പിന്നെ ഞാൻ അങ്ങോട്ട് പോയിട്ടില്ലായിരുന്നു. ഞാൻ അവിടെ നിന്ന് മുങ്ങി നടക്കുമായിരുന്നു ഞാൻ അത് ചെയ്യാണ്ട്. അപ്പം എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു മാസത്തിൽ ഒരു 4 വട്ടമെങ്കിലും ഇങ്ങനെ റിപ്പീറ്റായിട്ട് പനി വന്നുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പം ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം ഉടമ്പടി നേർച്ച വസ്തുക്കളെല്ലാം യൂസ് ചെയ്യുമായിരുന്നു. തേനും ഉപ്പും മിക്സ് ചെയ്ത് കഴിക്കും. അങ്ങനെ പിന്നെ തൈലം പുരട്ടുമായിരുന്നു. അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യുമായിരുന്നു. അപ്പോൾ അതങ്ങനെ ചെയ്ത് ഗ്രാജുവലി ആ പനി വരുന്നതിൻ്റെ ആ ഒരു ഫ്രീക്വൻസി കുറഞ്ഞു വരുന്നുണ്ടായിരുന്നു. അതുപോലെ പക്ഷേ എൻ്റെ വീട്ടിൽ ഭയങ്കര ടെൻഷനായിരുന്നു. ഞാനിനി അങ്ങോട്ടേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ഭയങ്കര തണുപ്പുള്ള രാജ്യമാണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ എന്താ ചെയ്യുക, അപ്പം ചെയ്തിട്ട് ഇപ്പോൾ പ്രൊസീജിയർ ചെയ്തിട്ട് പോകുന്ന പറഞ്ഞ വീട്ടിൽ നിന്ന് ഭയങ്കര ഫോഴ്സായിരുന്നു. പക്ഷെ ഞാൻ അവരിട്ട് മനസ്സിലാക്കൊന്നുമില്ലായിരുന്നു. അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവ് ഏതൊരു ഒരു ഡോക്ടറെ കൊണ്ട് തന്നെ ഇതൊന്ന് പറയിപ്പിക്കണേ, ഈ പ്രൊസീജിയർ വേണ്ട, ഇതിൻ്റെ ആവശ്യമില്ല എന്നൊന്ന് പറയിപ്പിക്കണേന്ന് പറഞ്ഞ് ഞാൻ അവിടെ ലൂർദ് ഹോസ്പിറ്റലിൽ തന്നെ ഞാൻ ഒരു ഡോക്ടറെ കൊണ്ട് കാണിച്ചു. ആ ഡോക്ടർ എൻ്റെ CT സ്കാൻ്റെ റിപ്പോർട്ട് കണ്ടിട്ട് പറഞ്ഞു ഇത് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ചെയ്യാതെ തന്നെ ജസ്റ്റ് നേസൽ സ്പ്രേ അടിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ, സർജറി ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. അത് ഞാൻ എൻ്റെ വീട്ടിൽ പറഞ്ഞപ്പം അവർക്കത് മനസ്സിലാവുകയും ചെയ്തു. അതുകൊണ്ട് ഞാൻ ഇതുവരെ പ്രൊസീജിയറൊന്നും ചെയ്തിട്ടില്ല. നേസൽ സ്പ്രേ ഞാൻ അങ്ങനെ യൂസ് ചെയ്യുന്നൊന്നുമില്ല. ഇത്രയധികം അനുഗ്രഹങ്ങൾ നൽകിയ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. ഞാൻ ആദ്യം ഒരു ഉടമ്പടി എടുത്തിട്ട് നിർത്താമെന്നുള്ള രീതിയിൽ വന്ന ഞാനിപ്പോൾ 5ാമത്തെ ഉടമ്പടി പുതുക്കിയിട്ടാണ് നിൽക്കുന്നത്. എൻ്റെ ഉടമ്പടി കൺവേർട്ട് ചെയ്ത് NRI ആക്കിയിട്ടാണ് ഞാൻ പോകുന്നത്. അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 61-ാം അധ്യായം 7-ാം തിരുവചനം. ലജ്ജിതരായിരിക്കുന്നതിന് പകരം നിങ്ങൾക്ക് ഇരട്ടി ഓഹരി ലഭിക്കും. അവമതിക്ക് പകരം നിങ്ങൾ സന്തോഷിച്ചുല്ലസിക്കും. നിങ്ങളുടെ ദേശത്ത് ഇരട്ടി ഓഹരി നിങ്ങൾ കൈവശമാക്കും. നിങ്ങളുടെ ആനന്ദം നിത്യമായിരിക്കും. ഉടമ്പടി ചെയ്യുമ്പോഴുള്ള നമ്മുടെ ആനന്ദത്തിൻ്റെ ഒരു മെഷർമെൻ്റാണ് യെശയ്യാ പ്രവാചകനിലൂടെ ദൈവം നമുക്ക് നൽകുന്നത്. സ്റ്റെഫി ഇവിടെ വളരെ മനോഹരമായൊരു പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് ഇവിടെ നമ്മോട് ഏറ്റുപറഞ്ഞത്. ഉടമ്പടി പ്രാർത്ഥനയിലെ ഒരു വലിയ പ്രത്യേകതയാണ് പരിശുദ്ധ അമ്മ തന്നെ നമുക്ക് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കാനുള്ള ഒരു സഹായം, ഒരു മധ്യസ്ഥം നമുക്ക് നൽകുന്നത്. പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി മധ്യസ്ഥം ഉപേക്ഷിക്കുമ്പോൾ നമുക്ക് കൃത്യമായി എവിടെ എത്തിച്ചേരണം, എന്ന് എത്തിച്ചേരണം, എന്ത് ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു കൃത്യമായ ഒരു ദിവസം, ഒരു ഡേറ്റ് പരിശുദ്ധ അമ്മ ഒരുപാട് മക്കൾക്കാണ് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നവർക്ക് നൽകുന്നത്. സ്റ്റെഫി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ സ്റ്റെഫിയുടെ മുന്നോട്ടുള്ള ഒരു പ്രൊസീജിയറിന് വേണ്ടി എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ സ്റ്റെഫിക്ക് ലഭിച്ച ഡേറ്റാണ് ഡിസംബർ 7. മറ്റുള്ളവരെല്ലാവരും തന്നെ സ്റ്റെഫിയെ ഡിസ്കറേജ് ചെയ്തു. ആ ഡേറ്റ് നീ എടുത്ത് ആ പ്രൊസീജിയർ തുടങ്ങുകയാണെങ്കിൽ നിനക്കൊരു പക്ഷേ നിൻ്റെ വിസ പ്രോസസ്സിങ് നടക്കില്ല, അതൊരു പക്ഷേ ലാഗ് ചെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷേ പരിശുദ്ധ അമ്മ കൊടുത്ത ആ ഡേറ്റ് ആയതുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ ദിവസമാണ് ഡിസംബർ 7 എന്നുള്ളത്. എത്ര പേര് സ്റ്റെഫിയെ ഡിസ്കറേജ് ചെയ്തിട്ടും അതിലുറച്ചു നിന്നുകൊണ്ട് മുന്നോട്ട് പോയ ഒരു വലിയ നല്ല സാക്ഷ്യമാണ് സ്റ്റെഫി ഇപ്പോൾ പറഞ്ഞത് നമ്മോട്. സ്റ്റെഫി ആഗ്രഹിച്ചതെല്ലാം ഈശോ പരിശുദ്ധ അമ്മ മാധ്യസ്ഥം അപേക്ഷിച്ചപ്പോൾ സ്റ്റെഫിക്ക് എല്ലാം ലഭിച്ചിട്ടുണ്ട്. സ്റ്റെഫി പറയുകയുണ്ടായി, ഇതെൻ്റെ ഒരു റിട്ടേൺ ഗിഫ്റ്റാണ് പരിശുദ്ധ അമ്മയ്ക്ക്. നാം കാണാറുണ്ട് വിവാഹങ്ങൾ നടക്കുമ്പോഴോ അല്ലെങ്കിൽ ബർത്ത്ഡേ സമ്മാനങ്ങളൊക്കെ സെലിബ്രേഷൻ കഴിയുമ്പോൾ ആ വ്യക്തി തന്നെ ഒരു റിട്ടേൺ ഗിഫ്റ്റ് കൊടുക്കാറുള്ളത് പോലെ ഇന്ന് ആദ്യം തന്നെ സാക്ഷ്യം പറയുമ്പോൾ തന്നെ പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയ്ക്കും ഒരു റിട്ടേൺ ഗിഫ്റ്റ് കൊടുത്തിട്ടാണ് ഇനിയുള്ള NRI ഉടമ്പടി ജീവിതം സ്റ്റെഫി തുടങ്ങാൻ പോകുന്നത്. എത്ര തന്നെ ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടായാലും പരിശുദ്ധ അമ്മ അതിനെ വളരെയധികം കയ്യിലെടുത്തുകൊണ്ട് മാനേജ് ചെയ്യാനുള്ള ഗവൺമെൻറ് നിയമങ്ങളെല്ലാം കമ്പ്യൂട്ടറിലൂടെയും ഇൻ്റർനെറ്റിലൂടെ മകളെ അറിയിച്ചതായി മകൾ ഏറ്റുപറയുകയായിരുന്നു. നമുക്കറിയാം, നമ്മുടെ അയോഗ്യതകളിലൂടെ നാം കടന്നു പോകുമ്പോൾ പരിശുദ്ധ അമ്മ ഈശോയിൽ നിന്ന് കൃപ നമുക്ക് പ്രാപിച്ചു തരുന്നതായിട്ടാണ് ഈ സാക്ഷ്യത്തിലൂടെ നാം കണ്ണോടിച്ചു നോക്കുന്നത്. സ്റ്റെഫിക്ക് എത്ര തന്നെ സാങ്കേതിക തടസ്സങ്ങളുണ്ടായാലും വളരെ ഉറച്ച ഒരു ബോധ്യം, ഉടമ്പടി എടുത്തവർക്ക് പരിശുദ്ധ അമ്മ കൂടെ ഉണ്ടാകും. എല്ലാ സ്വപ്ന ദർശനങ്ങളിലും പ്രാർത്ഥനകളിലും തൻ്റെ നിരന്തരമായ എല്ലാ പ്രേക്ഷിത പ്രവർത്തനങ്ങളിലും കാരുണ്യ പ്രവൃത്തികളിലുമെല്ലാം താൻ എത്ര തന്നെ ചെറുതെന്ന് വിചാരിക്കുന്നതെല്ലാം തന്നെ
ഈശോ അത് വലിയ ഒരു അക്കൗണ്ടായി കണ്ടിട്ടാണ് ഈ മകളെ ഇന്ന് വളരെയധികം ഉയർത്തിയിരിക്കുന്നത്. ജർമ്മൻ ലാംഗ്വേജ് പഠിച്ച് ഒരുങ്ങിക്കഴിഞ്ഞപ്പോഴാണ് മറ്റൊരു യൂറോപ്യൻ കൺട്രിയിലേക്ക് പോകാൻ, ബെൽജിയത്തിലേക്ക് പോകാൻ ഡച്ച് ലാംഗ്വേജ് കൂടി പഠിച്ചൊരുങ്ങാനുള്ള ഒരു വലിയ കൃപ ഈ മകൾക്ക് ലഭിക്കുന്നത്. മകൾ പറയുകയുണ്ടായി, കണ്ടുമുട്ടിയവരെല്ലാം തന്നെ വലിയ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ച് 73 പേർ ഉടമ്പടിയെടുത്ത് ഇന്നവർ 2 ഫ്ലൈറ്റിലായിട്ട് ജനുവരി 13 ഇവിടുന്ന് പോവുകയാണ്, വിദേശത്തേക്ക് പോവുകയാണ്. പരിശുദ്ധ അമ്മ നൽകിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈ മകൾ വളരെയധികം NRI ചെയ്തിട്ടാണ്, പേപ്പർ ഉടമ്പടി പത്രം കൺവേർട്ട് ചെയ്തിട്ടാണ് ഈ മകൾ വിദേശത്തേക്ക് പോകുന്നത്. അതിനർത്ഥം എൻ്റെ ഉടമ്പടി ഞാൻ എന്നും ശാശ്വതമായി ഈശോയോടും പരിശുദ്ധ അമ്മയോടും കൂടി ആയിരിക്കും എന്നുള്ള വലിയ ഒരു ഉറപ്പാണ് ഈ മകൾക്ക്. എന്തു തന്നെ സംഭവിച്ചാലും ഉടമ്പടിയിലൂടെ നീങ്ങുന്നവർക്ക് തൻ്റെ സ്വഭാവത്തിലുള്ള വ്യത്യാസങ്ങൾ, തൻ്റെ ജീവിത രീതിയിലുള്ള ചിട്ടകൾ, ക്രമങ്ങൾ, ആപത്തിലുള്ള രക്ഷ എല്ലാം ഈശോ തന്നെ നമ്മെ സ്വയമായി ഏറ്റെടുക്കുകയാണ്. വിശുദ്ധ കുർബാനയിലൂടെയും വിശുദ്ധ കുമ്പസാരത്തിലൂടെയും വചനവായനയിലൂടെയും ഈ മകൾക്ക് ലഭിച്ചിട്ടുള്ള പരിശുദ്ധ അമ്മയുടെ സംരക്ഷണവും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും നമുക്കും എല്ലാവർക്കും മാതൃകയാക്കാവുന്നതാണ്. ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും സ്റ്റെഫിക്കും കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നല്ലൊരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക്. കൃപാസന മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൽത്താരയിൽ സാക്ഷ്യം പറയാൻ അനുഗ്രഹം തന്ന ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് അനിമോൾ മാർട്ടിൻ, എൻ്റെ പപ്പ മാർട്ടിൻ പോൾ. ഞങ്ങൾ കാലടിയിൽ നിന്ന് വരുന്നു. പരിശുദ്ധ കൃപാസനത്തിൽ ഉടമ്പടി എടുത്തതിലൂടെ ഈശോ പരിശുദ്ധ അമ്മ വഴി തന്ന അനുഗ്രഹങ്ങൾ സാക്ഷ്യപ്പെടുത്താനാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത്. ഞാൻ 2023 +2 കഴിഞ്ഞ് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ വേണ്ടി കയറി. 10 മാസത്തെ കോഴ്സ് കഴിഞ്ഞിട്ട് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തു. ആദ്യത്തെ 2 അറ്റംപ്റ്റിൽ തന്നെ ഞാൻ 2 മൊഡ്യൂൾ ക്ലിയർ ചെയ്തു. പിന്നീട് പലവട്ടം എക്സാം എഴുതാൻ ശ്രമിച്ചിട്ടും എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ അമ്മയും പപ്പയും വല്യപ്പച്ചനും വല്യമ്മച്ചും ഇങ്ങനെ കൃപാസനത്തെ പറ്റിയും ഉടമ്പടിയുടെ കാര്യങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞു തന്നു. അപ്പോഴൊന്നും എനിക്ക് അതിൽ താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ ഓൾറെഡി കൃപാസനത്തെ പറ്റി കേട്ടിട്ടുണ്ടായിരുന്നു. അമ്മ 2019 ഇവിടെ ഉടമ്പടി എടുത്തിട്ടുണ്ട്. പക്ഷെ പിന്നീട് കോവിഡൊക്കെ വന്ന് പിന്നെ അത് പുതുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോഴൊക്കെ എനിക്ക് കേട്ടിട്ടുണ്ടെങ്കിലും ഇതിലിങ്ങനെ താല്പര്യം തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇവരിങ്ങനെ പറഞ്ഞ് ഞാൻ ഉടമ്പടി എടുക്കാമെന്ന് ഞാൻ സമ്മതിച്ചു. അങ്ങനെ 2024 നവംബർ 24 ഞാൻ ആദ്യമായിട്ട് കൃപാസന ഉടമ്പടി എടുത്തു. ഉടമ്പടിയുടെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പാലിച്ചു. പിന്നെ ഡിസംബർ 7 എനിക്ക് അമ്മ പ്രത്യക്ഷപ്പെട്ട ദിവസം ഒരു എക്സാം ഡേറ്റ് കിട്ടിയിരുന്നു 2 മൊഡ്യൂൾ എഴുതാൻ വേണ്ടിയിട്ട്. അന്ന് ഞാൻ പോയി കൃപാസനം നേർച്ച വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് തൈലം തേച്ചു. അവിടെ എക്സാം സെൻറ്ററിൽ ഉപ്പ് വിതറി ഞാൻ എക്സാം അറ്റൻഡ് ചെയ്തു. ആദ്യത്തെ 1 മൊഡ്യൂൾ ഞാൻ ക്ലിയർ ചെയ്തു. 3 മൊഡ്യൂൾ അങ്ങനെയായി. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുമ്പോൾ വച്ചിരുന്ന ഒരു നിയോഗം എന്ന് പറഞ്ഞാൽ എനിക്ക് 2025 ഏപ്രിലിനുള്ളിൽ ജർമ്മനിക്ക് പോകാൻ പാകത്തിന് എന്തെങ്കിലും ആവാൻ വേണ്ടി ഒരു നിയോഗം വെച്ചിരുന്നു. കാരണം ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് 1 മാസം മുന്നേ പ്രോസസ്സിങ്ങിന് കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിലും എനിക്ക് അവർ ഫുൾ മൊഡ്യൂൾ ആവാണ്ട് ഇൻ്റർവ്യൂ തരത്തിലാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് അമ്മയുടെ അനുഗ്രഹം കൊണ്ട് ഫെബ്രുവരി മാസത്തേക്ക് അവരൊരു ഇൻ്റർവ്യൂ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ കൃപാസനം നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് ഞാൻ ആ ഇൻ്റർവ്യൂവിന് വേണ്ടി പ്രിപ്പയർ ചെയ്തു. ഇൻ്റർവ്യൂവിൻ്റെ അന്ന് അവിടെ ഞങ്ങൾക്ക് ഏജൻസിയിലായിരുന്നു ഇൻ്റർവ്യൂ. അവിടെ ഉപ്പ് വിതറി ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അമ്മയുടെ അനുഗ്രഹം കൊണ്ട് എനിക്ക് ആ ഇൻ്റർവ്യൂ പാസ്സാവാൻ സാധിച്ചു. ഏപ്രിലിൽ എനിക്ക് ഓഫർ ലെറ്റർ വന്നു. ഓഗസ്റ്റ് മാസം അവിടെ കോഴ്സിന് കയറാൻ പാകത്തിന് ഓഫർ ലെറ്റർ വന്നു. പിന്നെ വിസയ്ക്കുള്ള അപ്പോയിൻമെൻറ്റ് കിട്ടാൻ വേണ്ടിയുള്ള ശ്രമത്തിലായിരുന്നു. പക്ഷേ എത്ര ശ്രമിച്ചിട്ടും കിട്ടുന്നുണ്ടായിരുന്നില്ല. ഏജൻറ്റുമാരൊക്കെ ഭയങ്കര പൈസ 60,000 80,000 രൂപയ്ക്ക് പറയണ്ടായിരുന്നത്. അപ്പോൾ മാക്സിമം പൈസ കൊടുക്കാണ്ട് എടുക്കാൻ പാകത്തിന് ഞങ്ങൾ നോക്കിയെങ്കിലും നടന്നില്ല. അങ്ങനെ ഒരു അപ്പോയിൻമെൻറ്റ് എടുത്തു. പക്ഷേ അത് ക്യാൻസലായിപ്പോയി. അപ്പോൾ എങ്ങനെ നോക്കിയാലും ഓഗസ്റ്റിൽ ഞങ്ങൾക്ക് എത്താൻ പറ്റത്തില്ലായിരുന്നു. അപ്പോൾ എങ്ങനെ ഏജൻസി പറഞ്ഞു അവർക്ക് ഒരു മെയിൽ അയച്ചിട്ട് എക്സ്റ്റൻഷൻ തരുമോ ഇങ്ങനെ ചോദിച്ചു നോക്ക്. അപ്പോൾ അവർ കിട്ടുകയാണെങ്കിൽ അത്ര സമയം കൂടി നമുക്ക് കിട്ടും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മെയിലൊക്കെ സെറ്റാക്കി ഫോണിൽ തൈലം തേച്ച് വിശ്വാസ പ്രമാണം ചെയ്യില്ല ഞാൻ മെയിൽ അയച്ചു. അവർ എനിക്ക് അമ്മ അനുഗ്രഹം കൊണ്ട് എനിക്ക് എക്സ്റ്റൻഷൻ കിട്ടി. അപ്പോൾ കുറച്ചുകൂടി സമയം കിട്ടി വിസയ്ക്ക് അപ്പോയിൻമെൻറ്റ് നോക്കാൻ വേണ്ടി. അതിൻ്റെ കൂടെ തന്നെ ഞാൻ B2 4ാമത്തെ മൊഡ്യൂളും കിട്ടാൻ വേണ്ടിയിട്ട് എക്സാം ഡേറ്റ് ഇങ്ങനെ നോക്കണ്ടായിരുന്നു. പക്ഷേ ഒറ്റ മൊഡ്യൂൾ മാത്രമായതുകൊണ്ട് എക്സാം ഡേറ്റ് കിട്ടാനുണ്ടായിരുന്നില്ല. അതും ഒരു മൊഡ്യൂൾ മാത്രമായതുകൊണ്ട് തന്നെ ഏജൻസി ഭയങ്കര പൈസ പറയണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജർമ്മനി പോയിട്ട് അത് എഴുതാമെന്നുള്ള മൈൻഡിലായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് പൈസ കൊടുക്കാണ്ട് തന്നെ എക്സാം ഡേറ്റ് ഏജൻറ്റ് ഫീ കൊടുക്കാണ്ട് തന്നെ എനിക്ക് എക്സാം ഡേറ്റ് എടുക്കാനുള്ളൊരു ഓപ്ഷൻ കിട്ടി.
അങ്ങനെ എനിക്ക് സെപ്റ്റംബറിലേക്ക് ഒരു എക്സാം ഡേറ്റ് കിട്ടി. ഞാൻ ബാംഗ്ലൂരായിരുന്നു. അപ്പോൾ അതിനു വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങി അച്ഛൻ ജോസഫ് അച്ഛനെ കണ്ട് ബ്ലെസ്സിങ് മേടിക്കാൻ വന്നു. അച്ഛൻ കാശ് രൂപം തന്നു, പ്രാർത്ഥിച്ചു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഡെയിലി ബ്രെഡൊന്നും അങ്ങനെ ഇടയ്ക്ക് മാത്രമേ കൂടാറുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ ഡെയിലി ബ്രെഡ് കൂടിയപ്പോൾ അച്ഛൻ അതിൽ ഇങ്ങനെ 44 എന്നുള്ളൊരു സംഖ്യ ഇങ്ങനെ പറഞ്ഞിരുന്നു. അപ്പം ഞാനത് അത്ര കാര്യമായിട്ട് ശ്രദ്ധിച്ചില്ല. പിന്നെ വൈകുന്നേരം എന്തോ അങ്ങനെ ചുമ്മാ നോക്കിയപ്പോൾ ആ ദിവസം തൊട്ട് 44-ാമത്തെ ദിവസം എൻ്റെ എക്സാം ഡേറ്റ് ആയിരുന്നു. അപ്പം ഞാൻ പ്രാർത്ഥിച്ചൊരുങ്ങി എക്സാമിന് പോയി. അവിടെ ഉപ്പ് വിതറി തൈലം തേച്ച് പ്രാർത്ഥിച്ച് ഞാൻ എക്സാം എഴുതി. പിറ്റേ ദിവസം തന്നെ റിസൾട്ട് വന്നു. അമ്മയുടെ അനുഗ്രഹം കൊണ്ട് എനിക്ക് ആ എക്സാം പാസ്സാവാൻ വേണ്ടി സാധിച്ചു. അങ്ങനെ 4 മൊഡ്യൂളും ക്ലിയറായി. പിന്നെ വീണ്ടും വിസയ്ക്കുള്ള അപ്പോയിൻമെൻറ്റിന് വേണ്ടി തന്നെ ട്രൈ ചെയ്തുകൊണ്ടിരുന്നു. വീണ്ടും ഒരു അപ്പോയിൻമെൻറ്റ് കിട്ടി നവംബർ മാസത്തേക്ക്. അതും പൈസ കൊടുത്തെടുത്തു. പക്ഷേ അതും പിന്നെയും ക്യാൻസലായിപ്പോയി. അങ്ങനെ ഇരിക്കുമ്പോൾ പൈസ കൊടുക്കാണ്ട് നമുക്ക് തന്നെ വെയിറ്റിംഗ് ലിസ്റ്റിൽ ഇട്ടെടുക്കാൻ വേണ്ടി ഒരു ഓപ്ഷൻ വന്നു. അങ്ങനെ വെയിറ്റിംഗ് ലിസ്റ്റിൽ ഇട്ടു. നവംബർ മാസത്തേക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടി. അതിൻ്റെ ഭാഗമായിട്ട് വീണ്ടും ഇവിടെ വന്ന് ജോസഫ് അച്ഛൻ്റെ ബ്ലെസ്സിങ് മേടിച്ച് കാശ് രൂപം തന്നു. അത് എല്ലാ ദിവസവും ഡോക്യുമെൻറ്റ്സിൽ വെച്ച് കൊന്തയിൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. നവംബറിൽ ഞാൻ കൊണ്ടുപോയി വിസയ്ക്ക് അപ്പോയിൻമെൻറ്റ് പോയി ഡോക്യുമെൻറ്റ്സ് അവിടെ സബ്മിറ്റ് ചെയ്തു. ഞങ്ങൾ അപ്പോൾ ആ സമയത്ത് വിസയ്ക്ക് നല്ല റിജക്ഷനുള്ള സമയമായിരുന്നു. ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ പലരും വെച്ചിട്ട് എല്ലാവർക്കും റിജക്ഷൻ കിട്ടിയിരിക്കുകയായിരുന്നു. അപ്പോൾ അത് കാരണം അപ്പോയിൻമെൻറ്റ് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ കൂടെ ഉള്ള പിള്ളേരൊക്കെ വീണ്ടും കയറി വെയിറ്റിംഗ് ലിസ്റ്റിലിട്ടു. എങ്ങാനും അത് റിജക്ഷൻ ആയിക്കഴിഞ്ഞാലോ എന്ന് ഓർത്ത് സമയം പോകണ്ടെന്ന് വെച്ച് അവരത് വെയിറ്റിംഗ് ലിസ്റ്റിലിട്ടു. എന്നോട് ഇടാൻ പറഞ്ഞു, പക്ഷെ ഞാൻ ഇട്ടില്ല. അമ്മയ്ക്ക് തരുന്നുള്ള ഉറപ്പുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് ഡിസംബർ പകുതിക്ക് എനിക്ക് എൻ്റെ വിസ വന്നു. ടിക്കറ്റ് എടുത്തു. ജാനുവരി 15-ാം തീയതി ഞാൻ ജർമ്മനിക്ക് പോവാണ്. എനിക്ക് അമ്മ തന്ന അനുഗ്രഹമെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. പിന്നെ മറ്റൊരു സാക്ഷ്യം, എനിക്ക് എൻ്റെ കണ്ണിൻ്റെ തൊട്ടടുത്തായിട്ടൊരു കറുത്ത പാലുണ്ണി പോലെ ഒരു സാധനം കുറേ വർഷമായിട്ടുണ്ടായിരുന്നു. 5-6 വർഷമായിട്ട് അത് അവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഈ ജർമ്മനിക്ക് പോകാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് അതുപോലെ ഡോക്ടറിനെ കൊണ്ടേ കാണിച്ച് കളയാം എന്നൊക്കെ പറഞ്ഞ് ഇരിക്കുകയായിരുന്നു. അപ്പോൾ അമ്മ ഇടയ്ക്ക് പറയാറുണ്ടായിരുന്നു, നീ തൈലം തേച്ച് പ്രാർത്ഥിക്കുക, അത് പോവും, അമ്മ അത് മാറ്റിത്തരും എന്ന് പറയാറുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അത് ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ തൈലം തേക്കും. ഒരു ദിവസം അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം അമ്മ ഒരു ചേച്ചിയുടെ സാക്ഷ്യം കേൾക്കേണ്ട ഞാൻ കണ്ടു. ഇതേ സംഭവം തന്നെ കണ്ണിൻ്റെ അടുത്ത് ഇങ്ങനെ ഇതുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ചാൽ അത് ഭയങ്കര റിസ്ക് ആയിരിക്കും എന്ന് പറഞ്ഞ കാരണം ചെയ്യാണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ തൈലം തേച്ച് പ്രാർത്ഥിച്ചു, അത് പോയി എന്നുള്ള സാക്ഷ്യം ഞാൻ കേട്ടു. അപ്പോൾ അമ്മ പറഞ്ഞു, നീ അമ്മ മാറ്റിത്തരും, ഉറപ്പായിട്ട് മാറ്റിത്തരും എന്ന് പറഞ്ഞു. ഞാൻ അന്ന് തൈലം തേച്ചു. പിന്നെ ആ കേസ് വിട്ടുപോയി. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞ് പിന്നെ അമ്മ പറഞ്ഞു, നീ തൈലം തേച്ചില്ലേ, അത് ചെയ്യുമെന്ന് പറഞ്ഞു. ഞാൻ തേച്ചു. പിറ്റേ ദിവസം രാത്രി കിടക്കണേക്ക് മുന്നേ തേച്ചു. അതിൻ്റെ പിറ്റേ ദിവസം അതവിടെ ഇല്ല, അത് അവിടെ പോയി. അമ്മ അതെനിക്ക് മാറ്റിത്തന്നു. അതാണ് മറ്റൊരു സാക്ഷ്യം. ഉടമ്പടി എടുത്തത് വഴി എനിക്ക് ഒരുപാട് ആത്മീയമായിട്ട് വളരാനൊക്കെ സാധിച്ചു. ഞാൻ ഉടമ്പടി എടുക്കണേക്ക് മുന്നേ ഒക്കെ അങ്ങനെ പള്ളിയിലൊന്നും പോകത്തില്ലായിരുന്നു. ആകെ ഞായറാഴ്ച മാത്രം പള്ളിയിൽ പോവും. പിന്നെ കുമ്പസാരമൊക്കെ ക്രിസ്മസ് ഈസ്റ്ററിന് മാത്രമൊക്കെ ആയിരുന്നു. അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷേ ഉടമ്പടി എടുത്തത് വഴി എനിക്ക് ഒരുപാട് മാറാൻ സാധിച്ചു. എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നുണ്ട്. കുമ്പസാരമൊക്കെ റെഗുലറായിട്ടുണ്ട്. പിന്നെ കുടുംബ പ്രാർത്ഥനയിൽ നല്ല ഭക്തിയോടെ പങ്കെടുക്കാൻ സാധിക്കുന്നുണ്ട്. ബൈബിള് ഞാൻ പുതിയ നിയമം മൊത്തം വായിച്ചു, പഴയ നിയമം റെഗുലറായിട്ട് വായിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരുപാട് മാറാൻ സാധിച്ചു. പിന്നെ എനിക്ക് നല്ല ദേഷ്യമുള്ള കൂട്ടത്തിലായിരുന്നു. ആരോടും ക്ഷമിക്കത്തൊന്നുമില്ലായിരുന്നു. പക്ഷേ ഞാൻ എപ്പോഴും തൈലം വിമ്മ തേച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഇപ്പം എനിക്ക് ഒട്ടും ദേഷ്യമില്ല, എല്ലാവരോടും ക്ഷമിക്കാനൊക്കെ സാധിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞാൻ ഉടമ്പടി എടുക്കണേക്ക് മുന്നേ തന്നെ ഒരു ഓൾഡ് ഏജ് ഹോമിൽ പോകാറുണ്ടായിരുന്നു. അവിടെ അപ്പച്ചമാരും അമ്മച്ചിമാരെയും കണ്ട് സംസാരിക്കും, അവർക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കും, ഭക്ഷണം വാരി കൊടുക്കും, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. ഇപ്പോഴും അത് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടുന്ന് ഇവിടെ വരുമ്പോഴൊക്കെ പത്രം വാങ്ങിച്ചുകൊണ്ട് പോയി വിതരണം ചെയ്യും. പിന്നെ അവിടെയും ഓൾഡ് ഏജ് ഹോമിൽ കൊടുക്കും. അവിടെ അവർക്ക് അമ്മേനെ പറ്റി അറിയാത്തവർക്ക് ഞാൻ കൃപാസന അമ്മേനെ പറ്റി പറഞ്ഞു കൊടുക്കും, പത്രം വായിച്ചു കൊടുക്കും. അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്ക് ഞങ്ങളുടെ സാമ്പത്തികം പോലെ അവിടെ ഭക്ഷണം കൊടുത്തിട്ടുണ്ട്. ഇടയ്ക്ക് ഞായറാഴ്ചകളിൽ പൊതിച്ചോറുണ്ടാക്കിയിട്ട് അങ്കമാലി സ്റ്റാൻഡിലും ടൗണിലൊക്കെ ഞങ്ങൾ വിതരണം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അമ്മ മാതാവ് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ കൊടാനുകൂടി നന്ദി പറയുന്നു. ഞാൻ പപ്പയ്ക്ക് കൊടുക്കും. എൻ്റെ പേര് മാർട്ടിൻ, ഞാൻ കാലടിയിൽ നിന്ന് പറഞ്ഞു. ഞാൻ
2025 ഈ വർഷം മാർച്ച് മാസം 23-ാം തീയതിയാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. അതിനുശേഷം ഇപ്പോൾ 2 പ്രാവശ്യം പുതുക്കി. എൻ്റെ ഉടമ്പടിയിലെ പ്രധാന നിയോഗങ്ങളിൽപ്പെട്ടതായിരുന്നു എൻ്റെ മകളുടെ 4 മൊഡ്യൂളും പാസ്സായിട്ട് ജർമ്മനിയിൽ പഠിക്കാൻ വിടണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ മകൻ്റെ ഒരു വർക്ക് അതുണ്ടായി, മകളുടെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു. പിന്നെ എനിക്ക് വ്യക്തിപരമായിട്ട് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനകത്ത് മകളുടെ കാര്യം ഇപ്പോൾ റെഡിയായി. മകളിപ്പോൾ സാക്ഷ്യം പറഞ്ഞു, മാതാവ് അതിനുള്ള അനുഗ്രഹം തന്നു. പിന്നെ എനിക്ക് പേഴ്സണലായിട്ടും കുറേ അനുഗ്രഹങ്ങളുണ്ടായിട്ടുണ്ട് മാതാവിൽ നിന്ന്. ഞാൻ ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ വിശ്വാസത്തിൽ അടുത്ത് ഉറച്ചൊന്നും നിൽക്കണ്ടായിരുന്നില്ല. വിശ്വാസിയാണ് ക്രിസ്ത്യാനിയാണെന്നുള്ളൊരു ഇതൊക്കെ ഉണ്ടായിരുന്നു, ബലമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം പാടുള്ള എല്ലാ ദിവസങ്ങളിലും ദിവ്യബലിയിൽ പങ്കെടുക്കുകയും കുർബാന സ്വീകരിച്ച് നല്ല രീതിയിൽ ദിവ്യബലിയിൽ പങ്കെടുക്കാറുണ്ട്. അതിനു മുമ്പൊക്കെ ഞാൻ സന്ധ്യാപ്രാർത്ഥനയിൽ പുറത്ത് പോയേക്കാണെങ്കിൽ, ഞാൻ വരാൻ വൈകാണെങ്കിൽ അവിടെ പ്രാർത്ഥന ചെല്ലും, ഉണ്ടെങ്കിൽ ഞാൻ പങ്കെടുക്കും. അങ്ങനെയായിരുന്നു. ഇപ്പം ഞാനില്ലാതെ ഒരൊറ്റ ദിവസം പോലും സന്ധ്യാപ്രാർത്ഥന ചെല്ലാറില്ല. അതിന് എൻ്റെ കുടുംബത്തിലെല്ലാവരും ഞങ്ങളൊന്നിച്ച്, ഞങ്ങളിപ്പോൾ 3 ആളുള്ളൂ, എല്ലാവരും ഒന്നിച്ച് തന്നെ നല്ല ഭക്തിയോടുകൂടി സന്ധ്യാപ്രാർത്ഥന ചെല്ലാറുണ്ട്. പിന്നെ ബാക്കി എനിക്ക് ഭയങ്കര ദേഷ്യമുള്ള ആളായിരുന്നു. ഞങ്ങൾക്ക് മൊത്തത്തിൽ അങ്ങനെയുള്ളതാണ്. ഇപ്പോൾ ആരോടും ക്ഷമിക്കാൻ പറ്റില്ല. ദേഷ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഞാൻ ഭാര്യയായിട്ടൊക്കെ ദിവസങ്ങളോളം ഉണ്ടാകാതെ നടന്നൊക്കെ കാര്യങ്ങളുണ്ടായിട്ടുണ്ട്. അതൊക്കെ എനിക്ക് നിയന്ത്രിക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ എന്നോട് എന്തെങ്കിലും ഉദ്ദേശം എനിക്ക് ആരോടെങ്കിലും തോന്നിക്കഴിഞ്ഞാൽ എന്നെ ദ്രോഹിച്ചു അല്ലെങ്കിൽ എന്നെ വിഷമിപ്പിച്ചു എന്നൊക്കെ തോന്നിയവരോട് എനിക്ക് മനസ്സിൽ ഭയങ്കര വൈരാഗ്യ ബുദ്ധി പോലെ, അത് മാറാത്ത രീതിയിലൊക്കെ അവരെ പറ്റിയൊക്കെ എന്തെങ്കിലുമൊക്കെ കേട്ടാൽ വളരെ സന്തോഷം. അതിനൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. അതൊക്കെ എനിക്ക് മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ടുണ്ടായതാണ്, ഉടമ്പടി മൂലം ഉണ്ടായതാണ്. എനിക്ക് ഞാൻ എൻ്റെ കുടുംബവും പാടുന്നിടത്തോളം കാലം ഉടമ്പടിയിൽ ജീവിക്കുകയും മാതാവിൻ്റെ ഭക്തരായി ജീവിക്കാനും സാധിക്കണമെന്ന് ഞാൻ ദിവസവും പ്രാർത്ഥിക്കാറുണ്ട്. കാരുണ്യ പ്രവൃത്തികൾ മകൾ പറഞ്ഞ മാതിരി തന്നെ ഞങ്ങൾ പത്രമൊക്കെ ഞങ്ങളിവിടെ വരുന്ന സമയങ്ങളിലൊക്കെ പത്രം എടുത്ത് എല്ലായിടത്തൊക്കെ കൊടുക്കാറുണ്ട്. രോഗികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരൊക്കെ പോയി കാണാറുണ്ട്. പിന്നെ എൻ്റെ അറിവിലുള്ള രോഗികൾ ആരോടെങ്കിലും ഞാൻ പറയും, നിങ്ങൾക്ക് എന്താവശ്യമുണ്ടെങ്കിലും എന്നെ വിളിച്ചോ. രാത്രി ഏത് ടൈമിലും ഞാൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അവിടെ പോകാറ്, അവർക്ക് ചെയ്യാവുന്നവർക്ക് ചെയ്തു കൊടുക്കാറുണ്ട്. പിന്നെ സാമ്പത്തികമായിട്ടുള്ള കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഇതൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. എങ്കിലും മകൾ പോണ സെൻറ്ററിൽ ഞങ്ങൾ ഭക്ഷണം കൊടുക്കാറുണ്ട്. പിന്നെ ഈ പറഞ്ഞവർ ഞായറാഴ്ചകളിൽ പൊതിച്ചോറൊക്കെ ഉണ്ടാക്കി അങ്ങനെ പാവപ്പെട്ടവർക്ക് കൊടുക്കാറുണ്ട്. അങ്ങനെ പറ്റുന്ന രീതിയിലുള്ളൊക്കെ സാമ്പത്തികമായിട്ട് ചുറ്റുന്ന രീതിയിലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് എല്ലാ അനുഗ്രഹങ്ങൾക്കും കാരണം എൻ്റെ മാതാവാണ്. കൃപാസന മാതാവിന് എൻ്റെ 1000 നന്ദി. എനിക്കും എൻ്റെ കുടുംബത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം 16-ാം തിരുവചനം. നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു. തന്മൂലം നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നത് എന്തും അവിടുന്ന് നിങ്ങൾക്ക് നൽകും. ഈശോയുടെ ഒരു വലിയ വാഗ്ദാനമാണത്. യേശുവിൻ്റെ നാമത്തിൽ നാം എന്തു തന്നെ പിതാവിനോട് ചോദിച്ചാലും അവിടുന്ന് നമുക്ക് നൽകും. യോഹന്നാൻ്റെ 15-ാം സുവിശേഷം പറയുന്നത് തന്നെ, 15-ാം അധ്യായം പറയുന്നത് തന്നെയാണ് മുന്തിരിച്ചെടിയും ശാഖകളെക്കുറിച്ചാണ്. ഈശോയോട് ചേർന്ന് നിൽക്കാൻ അവിടുത്തെ ജീവരക്തം നമ്മിലേക്ക് എപ്പോഴും ഒഴുകേണ്ട ആവശ്യകതയെക്കുറിച്ച്, അവിടുത്തെ തായ്തണ്ടിനോട് നാം ചേർന്ന് നിൽക്കേണ്ടതിനെക്കുറിച്ചെല്ലാം ഈശോ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്, പറയുന്നുണ്ട്. നമുക്കിപ്പോഴും ഈശോയോട് ചേർന്ന് നിൽക്കുമ്പോൾ പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈശോ പരിശുദ്ധ അമ്മയോട് പറഞ്ഞതാണ്, ഇതാ നിൻ്റെ മകനെന്ന് കുരിശിൽ കിടന്നുകൊണ്ട് അമ്മ പറഞ്ഞപ്പോൾ നമ്മെ ലോകം മുഴുവനെയും എല്ലാ മക്കളെയും പരിശുദ്ധ അമ്മ സ്വന്തം മക്കളായി കണ്ട് നമ്മെ പരിഗണിച്ച് നമ്മെ എപ്പോഴും ഈശോയുടെ അടുത്തേക്ക് കൈപിടിച്ച് നടത്തുന്ന ഒരു വലിയ ജീവിതാനുഭവം, വലിയ അത്ഭുതങ്ങൾ, സാക്ഷ്യങ്ങൾ നാം ഉടമ്പടി ജീവിതത്തിലൂടെ എല്ലാ മക്കളുടെയും സാക്ഷ്യങ്ങളിൽ നാം കേൾക്കുകയാണ്. അനുമോൾക്കും അവളുടെ പപ്പ മാർട്ടിനും ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ മറ്റൊന്നുമല്ല, അവർ പരിശുദ്ധ അമ്മ കൈപിടിച്ച് നടത്തിയ വലിയ അത്ഭുതങ്ങളെക്കുറിച്ചാണ് ഈ മകനോട് ഏറ്റുപറഞ്ഞുകൊണ്ടിരുന്നത്. മക്കൾ ഡെയിലി ബ്രെഡിലൂടെ അച്ഛൻ നൽകിയ ആ നമ്പർ വളരെ കൃത്യമായി അവർ ഏറ്റെടുക്കുകയും അതിൻ്റെ പൂർത്തീകരണത്തിനായി അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയും കാതോർത്തിരിക്കുകയും
പരിശുദ്ധ അമ്മ നൽകുന്ന നിർദ്ദേശങ്ങളെല്ലാം കൃത്യമായി പാലിച്ച് ഈശോയെ സ്നേഹിക്കുവാനുള്ള ഒരു വലിയ ഹൃദയത്തെ ഒരുക്കുകയായിരുന്നു ഈ ഉടമ്പടി എന്ന ഈ പദ്ധതിയിലൂടെ. നമുക്കറിയാം, ഇൻ്റർവ്യൂസ് എല്ലാം ഫ്രീസായ സമയമായിരുന്നാൽ പോലും നമുക്കുള്ള ആ ഇൻ്റർവ്യൂ അല്ലെങ്കിൽ നമുക്കുള്ള വിസ ഈശോ നമുക്ക് വേണ്ടി എപ്പോഴും തയ്യാറാക്കി വെച്ചിരിക്കും. നാം എപ്പോഴും അതിനുവേണ്ടി പ്രയത്നിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ പരിശുദ്ധ അമ്മ നമ്മെ ഒരിക്കലും കൈവിടുകയില്ല എന്ന വലിയ വലിയ സാക്ഷ്യങ്ങളുടെ ഉദാഹരണങ്ങൾ നമുക്ക് യൂട്യൂബിലൂടെ കാണാം. ജനുവരി 15-ന് മക്കൾ പോവുകയാണ്. വളരെ സന്തോഷത്തോടുകൂടി ഇവിടെ നിന്ന് പോകുമ്പോൾ ഈ മകൾ വളരെ ഉറച്ച വിശ്വാസത്തിലാണ്. ഞാൻ എവിടെയായിരുന്നാലും പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കും. അനിമോളുടെ പപ്പ മാർട്ടിൻ പറയുന്നത് അത് തന്നെയാണ്. എൻ്റെ ജീവിതം കാലം മുഴുവൻ ഞങ്ങളുടെ കുടുംബം ഇനി എപ്പോഴും പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കും. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന എല്ലാ അപകടങ്ങളിൽ നിന്നും, എല്ലാ അസ്വസ്ഥതകളിൽ നിന്നും, എല്ലാ അനാരോഗ്യങ്ങളിൽ നിന്നെല്ലാം പരിശുദ്ധ അമ്മ നമ്മെ മധ്യസ്ഥം അപേക്ഷിച്ചുകൊണ്ട് എപ്പോഴും കാത്തുരക്ഷിക്കുന്ന വലിയ വലിയ ഉദാഹരണങ്ങൾ നമുക്ക് തന്നെയുണ്ട്. നമുക്ക് സങ്കടത്തിലായിരിക്കുന്ന സമയങ്ങളിലെല്ലാം നമ്മൾ ഇവിടുത്തെ സാക്ഷ്യങ്ങളും ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ധ്യാനങ്ങളൊക്കെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, നമുക്ക് ആവശ്യമുള്ള നിർദ്ദേശങ്ങൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് ലഭിക്കും. അനിമോൾക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കൈയടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. മാതാവിലൂടെ ഈശോയിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ച വലിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുവാനാണ് മാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ തിരുസന്നിധിയിൽ ഞങ്ങളിപ്പോൾ എത്തിയിരിക്കുന്നത്. എൻ്റെ പേര് ബെന്നി. ഇരിഞ്ഞാലക്കുട രൂപതയിലെ തെക്കൻ താണിശ്ശേരി ഇടവകയിൽ നിന്നാണ് ഞാൻ വരുന്നത്. ഇത് എൻ്റെ ഭാര്യ ടിജി. ഇത് എൻ്റെ രണ്ടാമത്തെ മകൻ അഖിൻ ഗ്രേസിയോ. ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ പ്രതിസന്ധിയിലൂടെ ഞങ്ങൾ കടന്നുപോയപ്പോൾ കൃപാസനത്തെപ്പറ്റി ഞങ്ങളുടെ ഇടവകയിലെ ഒരു ചേച്ചി വഴിയാണ് ഞങ്ങൾ അറിഞ്ഞത്. ഞങ്ങൾക്കൊരു മൂത്ത മകനുണ്ട്, ഇപ്പോൾ 18 വയസ്സായി, എഡ്സൽ ബെന്നി. ആ മകന് ശേഷം മറ്റൊരു കുഞ്ഞിന് വേണ്ടി ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നു. മൂത്ത മകന് 2 വയസ്സായപ്പോൾ വൈഫ് പ്രഗ്നൻ്റായി. എങ്കിലും 3 മാസത്തിന് ശേഷം അത് അബോർട്ടായി പോവുകയായിരുന്നു. അതിനുശേഷം വൈഫ് ഡിസ്ക് കൊളാപ്സ് വന്ന് 3 വർഷത്തോളം ബെഡ് റെസ്റ്റിലായിരുന്നു. അതിൽ നിന്ന് റിക്കവർ ചെയ്തതിന് ശേഷം സാമ്പത്തികവും മാനസികവുമായി ഞങ്ങൾ തളർന്ന അവസ്ഥയിലായിരുന്നു. ഒരുപാട് ട്രീറ്റ്മെൻറ്റ് ഞങ്ങൾ ചെയ്തു, ഒന്നിനും ഫലം കണ്ടില്ലായിരുന്നു. ആ സമയത്താണ് ആ സഹോദരി വഴി കൃപാസനത്തെപ്പറ്റി അറിയുവാനും ഇവിടേക്ക് വരുവാൻ ഞങ്ങൾ ഒത്തിരി ആഗ്രഹിച്ചിരുന്നു. പക്ഷേ പ്രത്യേക സാഹചര്യങ്ങൾ നിമിത്തം ഞങ്ങൾക്ക് വരാൻ സാധിക്കുമായിരുന്നില്ല. 2018 ഡിസംബർ മാസം 29-ാം തീയതി ഞങ്ങളിവിടെ വരികയും ഉടമ്പടി എടുക്കുകയും ചെയ്തു. ഉടമ്പടി എടുത്തതിന് ശേഷം ഉടമ്പടി പ്രകാരമുള്ള ജീവിതമാണ് ഞങ്ങൾ നയിച്ചു കൊണ്ടിരുന്നത്. എല്ലാ ദിവസവും പള്ളിയിൽ പോവുകയും വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും ഞങ്ങൾ ചെയ്യുമായിരുന്നു. ഞങ്ങൾ ദൈവത്തിൽ ആശ്രയിച്ചു, ഞങ്ങൾ കാത്തിരുന്നു. അപ്പസ്തോല പ്രവർത്തനത്തിൽ 16-ാം അധ്യായം 31-ാം വാക്യത്തിൽ പറയുന്ന പോലെ, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്നുള്ള വചനം ഞങ്ങളുടെ ജീവിതത്തിൽ അന്വർത്ഥമായി. മാതാവിലൂടെ ഈശോയിലേക്കുള്ള അകലം കുറയ്ക്കുവാനും അങ്ങനെ ഈശോയിലുള്ള വിശ്വാസത്തിൽ ആഴപ്പെടുവാനും ഞങ്ങൾക്ക് സാധിച്ചു. 2022 ജനുവരി 24-ാം തീയതി ഞങ്ങൾക്കൊരു ആൺകുഞ്ഞിനെ നൽകി ദൈവം അനുഗ്രഹിച്ചു. ഒത്തിരി വർഷങ്ങളുടെ ഗ്യാപ്പ് ഉണ്ടായതുകൊണ്ട് ഡെലിവറി വളരെ കോംപ്ലിക്കേഷൻ ആകുമെന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞിരുന്നത്. അതുകൂടാതെ വൈഫിന് ബ്ലഡ് ബി നെഗറ്റീവായിരുന്നു, പ്ലേറ്റ്ലെറ്റ് കൗണ്ട് വളരെ കുറവായിരുന്നു. അതിനാൽ വളരെ കോംപ്ലിക്കേഷൻ സിറ്റുവേഷൻസിലൂടെയാണ് കടന്നുപോയത്. എങ്കിലും മാതാവിൻ്റെ മധ്യസ്ഥത്താൽ യാതൊരുവിധ കോംപ്ലിക്കേഷനുമില്ലാതെ ഞങ്ങൾക്കൊരു ആൺകുഞ്ഞിനെ ദൈവം നൽകി. രണ്ടാമത്തെ ഞങ്ങളുടെ സാക്ഷ്യമെന്ന് പറയുന്നത്, 10 വർഷത്തോളം വളരെ വലിയ ഭീമമായ ഒരു സാമ്പത്തിക കടബാധ്യതയിലായിരുന്നു ഞങ്ങൾ. ആ കടബാധ്യത ക്രമീകരിക്കുവാൻ മാതാവ് ഞങ്ങളെ സഹായിച്ചു. ഈ വലിയ അനുഗ്രഹത്തിന് കൃപാസനം മാതാവിനോടും ഈശോയോടും ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനുമുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ഞങ്ങൾ ഉടമ്പടി എടുത്തതിന് ശേഷം പ്രേക്ഷിത പ്രവർത്തനത്തിൽ ഞങ്ങൾക്ക് പറ്റാവുന്ന രീതിയിലെല്ലാം ഞങ്ങൾ ചെയ്യുമായിരുന്നു. അതുകൂടാതെ കാരുണ്യ പ്രവർത്തികളും ഞങ്ങളുടെ സാമ്പത്തിക സ്ഥിതിക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് ചെയ്യാവുന്ന രീതിയിലെല്ലാം തന്നെ
ഞങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു. ഇതിനെല്ലാം ഞങ്ങളെ സഹായിച്ചത് കൃപാസനത്തിലെ ഈ ഉടമ്പടി തന്നെയായിരുന്നു. ഈ ഉടമ്പടിക്ക് അനുസൃതമായ ജീവിതം നയിക്കുവാൻ ഞങ്ങൾ ശ്രമിച്ചിരുന്നു. ഇനിയും ഈ ഉടമ്പടിയിലൂടെ മുന്നോട്ട് പോകുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ കൃപാസന മാതാവിനും ഈശോയ്ക്കും ആയിരം നന്ദി ഞങ്ങൾ അർപ്പിക്കുന്നു. ആത്മീയമായി വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാൻ ഈ കൃപാസന ഉടമ്പടി ഞങ്ങളെ സഹായിച്ചു. എല്ലാ ദിവസവും പള്ളിയിൽ ദിവ്യ ബലിക്കും സംബന്ധിക്കുവാനും ദിവ്യകാരുണ്യം സ്വീകരിക്കുവാനും ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ഇതും കൃപാസന മാതാവിൻ്റെ അനുഗ്രഹമാണെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. ഈ കുഞ്ഞു മകൻ ഉൾപ്പെടെ എല്ലാ ദിവസവും ഞങ്ങൾ വെളുപ്പിന് തന്നെ കുർബാനയ്ക്ക് പോകുമായിരുന്നു. ഇപ്പോഴും ഞങ്ങളത് തുടർന്നു കൊണ്ടിരിക്കുന്നു. ഇനിയും ഈ വിധത്തിൽ ഞങ്ങൾക്ക് ജീവിതം മുന്നോട്ട് പോകുവാൻ ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ സാക്ഷ്യം ഞങ്ങൾ ഇവിടെ സമർപ്പിക്കുന്നു. ദൂതൻ അവനോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഇത് സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 10-ാം തിരുവചനമാണ്. ദൈവം തൻ്റെ രക്ഷാവാർത്ത ആദ്യം ലളിതമായ ആട്ടിടയന്മാരോടാണ് പറഞ്ഞത്, അവർക്കാണ് നൽകിയത്. അവരിലൂടെ അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ പലപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെയാണ് നടക്കുന്നത്. അതാണ് ബെന്നി TC എന്ന മകൻ പറഞ്ഞ സാക്ഷ്യം. 15 വർഷത്തിൻ്റെ ഗ്യാപ്പിന് ശേഷം ഒരു ആൺകുഞ്ഞിനെ നൽകി. അവരുടെ ജീവിതത്തിൽ ഒരു സദ്വാർത്തയാണ്, ഒരു പുതിയ ജീവിതമാണ് ഈശോയും അമ്മയും ചേർന്ന് നിന്ന് നൽകിയത്. ഉടമ്പടി എടുത്ത് നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. ഉടമ്പടി നിബന്ധന പ്രകാരം ഉടമ്പടി ജീവിതം നയിക്കുവാൻ ശ്രമിച്ചു. 15 വർഷത്തെ ഗ്യാപ്പാണ് പരിശുദ്ധ അമ്മയും ഈശോയും ചേർന്ന് നിന്ന് ഉടമ്പടി എടുത്തപ്പോഴേ ഈ മക്കൾക്ക് സാധിച്ചു കൊടുത്തത്. ഇത് ഉടമ്പടി ജീവിതത്തിൽ മാത്രം കിട്ടാവുന്ന ഒരു വലിയൊരു അനുഗ്രഹമാണ്. നമ്മൾ ഓരോരുത്തരും ഓരോ കാര്യങ്ങൾക്കായി ഈ സന്നിധിയിൽ വന്ന് പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അമ്മയുടെ അരികിൽ വന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ അമ്മ നമ്മുടെ പ്രാർത്ഥന കേൾക്കാതിരുന്നിട്ടില്ല, കേൾക്കാതിരിക്കില്ല. വിശ്വാസത്തോടെ ഭക്തിയോടെ നമ്മൾ ഉടമ്പടി നിബന്ധനകൾ പാലിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമ്മളുടെ ഓരോ കാര്യങ്ങളും ഈശോയും അമ്മയും ചേർന്ന് നിന്ന് നടത്തി തരുന്നതാണ് നമ്മൾ കാണുന്നത്. ഒരു വലിയ സാമ്പത്തിക ബുദ്ധിമുട്ട്, ഒരു കടബാധ്യതയിൽ നിന്നാണ് ഈ കുടുംബത്തെ അത് ക്രമീകരിക്കുവാനായിട്ട് ഈശോയും അമ്മയും സഹായിച്ചത്. നമ്മളുടെ ജീവിതത്തിലും ദുഃഖത്തിലും കഷ്ടത്തിലും ബുദ്ധിമുട്ടുകളിലും പ്രശ്നങ്ങളിലും നമുക്ക് ഈശോയും അമ്മയോടും ചേർന്ന് നിന്ന് ഉടമ്പടി ജീവിതം ഭക്തിയോടെ ആത്മാർത്ഥതയോടെ നയിക്കുവാൻ നമുക്ക് ശ്രമിക്കാം. നമ്മുടെ എല്ലാ കാര്യങ്ങളും ഈശോയ്ക്കും അമ്മയ്ക്കും വിട്ടുകൊടുത്ത് അവിടുത്തെ ഹിതത്തിനായി നമ്മൾക്ക് കാത്തിരിക്കാം. നമ്മളുടെ ജീവിതത്തിലും ഈശോയും അമ്മയും കടന്നു വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ കുടുംബത്തിന് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളും, പ്രത്യേകിച്ചും ഈ കുഞ്ഞു മകനെ നൽകി അനുഗ്രഹിച്ച ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറഞ്ഞ് ഈശോയെ നമുക്ക് കരങ്ങളടിച്ച് ഈശോയെ മഹത്വപ്പെടുത്താം.